السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه ينيب. اللهم صل وسلم وبارك على سيدنا ونبينا وحبيبنا محمد وعلى آل وصحاب سيدنا ومولانا محمد. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ആദരണീയരായ നമ്മുടെ പള്ളിയിലെ ഉസ്താദ് അബ്ദുറഹ്മാൻ അർഷദി അവറുകളെ, ബഹുമാന്യരായ മഹല്ല് ജമാഅത്തിന്റെ പ്രസിഡന്റ് അബ്ദുൽ മജീദ്, ജമാഅത്തിന്റെ ജനറൽ സെക്രട്ടറി ഇസ്മായിൽ, സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ നമ്മുടെ ഈ മഹല്ലത്തിന്റെ ഈ ശാഖയുടെ പ്രസിഡന്റ് ആദരണീയരായ സയ്യിദ് പൂക്കോയത്തങ്ങൾ, ബഹുമാന്യരായ ജനറൽ സെക്രട്ടറി ദാവൂദ് ഫൈസി, ട്രഷറർ അബ്ബാസ്, വൈസ് പ്രസിഡന്റ് സിറാജ് അടക്കം മഹല്ലിന്റെ ഭാരവാഹികൾ, സ്റ്റേജിലുള്ള ബഹുമാന്യരായ അഷറഫ് ഫൈസി, അബ്ദുറഹ്മാൻ ഫൈസി ഉസ്താദ് അടക്കമുള്ള പേരറിയുന്നവരും പേരറിയാത്തവരുമായ ബഹുമാന്യരായ ഉസ്താദുമാർ, സദസ്സിൽ സന്നിഹിതരായ ആദരണീയരായ വ്യക്തിത്വങ്ങൾ, സഹോദരന്മാർ, സഹോദരിമാർ, വിദ്യാർത്ഥിനികളെ, അല്ലാഹു തആല ഈ അനുഗ്രഹീതമായ സദസ്സ് സംഘാടകരെ റോഡിലുള്ള കുട്ടികളെ കൊണ്ടുവന്നിട്ട് ഈ ഒഴിഞ്ഞ കസേരയിൽ ഇരുത്തിയാൽ സദസ്സൊന്ന് ഭംഗിയാവും. അല്ലാഹു തആല നമ്മുടെ ഈ പരിശുദ്ധമായ ശഅബാനിലെ അനുഗ്രഹീതമായ വെള്ളിയാഴ്ച രാത്രിയിലെ ബറക്കത്തുള്ള ഈ സദസ്സ് നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. പറയാനും കേൾക്കാനും ഉൾക്കൊള്ളാനുമുള്ള സന്മനസ് അല്ലാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരട്ടെ. നമ്മുടെ ഖൽബ് അല്ലാഹു ശുദ്ധിയാക്കി തരട്ടെ. നമ്മുടെ അസുഖങ്ങൾ അല്ലാഹു ശിഫയാക്കി തരട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ അല്ലാഹു തആല അകറ്റിത്തരട്ടെ. ലോകത്തെ എല്ലാ മുസ്ലിമീങ്ങൾക്കും അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. ഈ പ്രദേശത്തെ ഈ ഗ്രാമച്ചവടി എന്ന മനോഹരമായ പ്രകൃതി രമണീയമായ ഈ പ്രദേശത്ത് കഴിഞ്ഞ കാലങ്ങളിൽ ജീവിച്ച് വഫാത്തായി പോയ, മരണപ്പെട്ടു പോയ ഈ പ്രദേശത്തെ എല്ലാ ആണ് പെണ്ണുങ്ങളായ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ. ഈ നടക്കുന്ന സദസ്സിന്റെ ബറക്കത്തിനെ മഹാരഥന്മാരായ സയ്യിദ് അബ്ദുറഹ്മാൻ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ തുടങ്ങി അടുത്ത കാലത്ത് വഫാത്തായി പോയ എല്ലാ നമ്മുടെ മഹാന്മാരുടെയും, പ്രത്യേകിച്ച് ബഹുമാന്യരായ ചമ്പരിക്ക ഖാദിയായിരുന്ന, മംഗലാപുരം ഖാദിയായിരുന്ന ബഹുമാന്യരായ ചമ്പരിക്ക ഉസ്താദിന്റെയും കോട്ട ഉസ്താദിന്റെയും മിത്തബായൽ അബ്ദുൽ ജബ്ബാർ ഹാജി ഉസ്താദിന്റെയും ഒക്കെ ഹദറത്തുകളിലേക്ക് ഈ പരിശുദ്ധ സദസ്സിന്റെ ബറക്കത്തിനെ അല്ലാഹു തആല എത്തിച്ചു കൊടുക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾക്ക് കൺകുളിർമയാകുന്നൊരു ഹദിയായി ഈ മജ്ലിസിനെ അല്ലാഹു തആല എത്തിച്ചു കൊടുക്കട്ടെ.
ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. വളരെ സന്തോഷത്തോടുകൂടെ എല്ലാവരും ഇരിക്കണം. കുറേ നേരം വ്യത്യസ്തങ്ങളായ സദസ്സുകളിൽ ഇരുന്നതിൻ്റെ ഒരു മടുപ്പ് ആണുങ്ങൾക്കുണ്ടാകൂല. അവരുടെ ഇടയിൽ എഴുന്നേറ്റ് പോയി നിസ്കരിച്ചു വന്നു. സ്ത്രീകൾക്ക് കുറേ നേരം ഇരുന്നതിൻ്റെ ഒരു ചടപ്പ്, അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ ഒരു മടുപ്പ്. ഇവിടെ എന്താ പറയാ അതിന്? മടുപ്പ് തന്നെയാ നിങ്ങൾക്കല്ലേ? മച്ചിയോ ബച്ചൽ? ബച്ചൽ ഉണ്ടാവും. അത് നീങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു 3 യാ ഹയ്യു യാ ഖയ്യൂം ചൊല്ലി 2 കയ്യിൽ ഊതിയിട്ട് തടിയിൽ മൊത്തം തടുക. അത് ഇഖ്ലാസിൽ തടകണം. കുട്ടികളെ വളരെ ഇഖ്ലാസിൽ ഇരിക്കണം. നിങ്ങൾ അവിടെ നിന്ന് എഴുന്നേൽക്കരുത്, നിങ്ങൾ കുടുങ്ങി. വളരെ ഇഖ്ലാസോടെ അഊദു ബിസ്മി ആദ്യം കൂട്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 3 വട്ടം. യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. 2 കയ്യിലൂത്. തല മുതൽ കാലിന്റെ അടി വരെ എല്ലാരും ഈ ഇസ്മുൽ അഅ്ളമിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ തടിയിലെ രോഗങ്ങൾ, സിഹർ, കണ്ണേറ്, പേടി, ചിലക്ക് ഭയങ്കര പേടിയാണ്, പേടി അടക്കമുള്ള എല്ലാ ഇടങ്ങേറുകളെയും അല്ലാഹു തആല നീക്കി തരട്ടെ. വല്ലാത്തൊരു ഇൻഷിറാഹ്, ഫറാഹ്, നശാത്ത് നമുക്ക് അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, സമസ്ത കേരള സുന്നി യുവജന സംഘം, സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ അല്ലേ, അതിന്റെ താഴെ SKSPV, സമസ്ത കേരള സുന്നി ബാലവേദി അടക്കമുള്ള സംഘടനകൾ എന്ന് പറയുമ്പോൾ ഇരിക്കുന്ന ഉസ്താദുമാർക്ക് നല്ലോണം അറിയും. സാധാരണക്കാർക്ക് എന്താ ഈ സാധനം ഒന്നും തിരിയൂല. പെട്ടെന്ന് മനസ്സിൽ വരിക, ഏതെങ്കിലും മറ്റൊരു സംഘടനയെ എതിർക്കാൻ വേണ്ടി, അവരെ നശിപ്പിക്കാൻ വേണ്ടി, അവരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി, അവരൊട്ടിച്ച നോട്ടീസുകൾ പറിച്ചു ചാടാൻ വേണ്ടി ഒരു എഗനിസ്റ്റ് ഗ്രൂപ്പാക്കിയിട്ടുണ്ടാക്കിയ സംഘടനയാണ് ഇത്. അതുകൊണ്ട് ഇതിന്റെ കൂടെ അങ്ങനെ നിന്നിട്ട് എതിർ സംഘടനയെ നല്ലോണം കുത്തിക്കൊണ്ടിരിക്കണം എന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിന് വേണ്ടിയിട്ടൊരു സംഘടനക്ക് ആവശ്യമില്ലല്ലോ, അതിന് വേണ്ടിയിട്ടല്ല, അങ്ങനെ ആകാനും പാടില്ല. നമ്മൾ ഇങ്ങനെ ഒരു സംഘടനാ സംവിധാനത്തിന്റെ പിറകിൽ നിൽക്കുന്നത് മരിക്കുന്നത് വരെ നേരായ മാർഗം ഈ നേതാക്കളിൽ നിന്ന്, ഉസ്താദുമാരിൽ നിന്ന് പരിചയപ്പെട്ട് കിട്ടാനും മനസ്സിലാക്കാനും, എന്നിട്ട് മരിക്കുമ്പോൾ കലിമ ചൊല്ലിയിട്ട് ഈമാനോടെ മരിക്കാനും വേണ്ടിയിട്ട്. എപ്പോഴും ഒരു മോമിനായ മനുഷ്യൻ സ്വാലിഹീങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കണം. വെറും ഇബാദത്ത് ചെയ്താൽ മാത്രം പോരാ, നമ്മുടെ മനസ്സിന്റെ ബന്ധം നല്ല മനുഷ്യന്മാരോടാകണം. നമ്മളിപ്പോ തവഫനി മുസ്ലിമൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് എന്താന്ന് പറഞ്ഞേ? തവഫനി മുസ്ലിമാ, എന്നെ മുസ്ലിമായി മരിപ്പിക്കണമേ പോരാ. വൽഹഖ്നി ബിസ്സാലിഹീൻ, സ്വാലിഹീങ്ങളോടൊപ്പം എന്നെ ചേർക്കണമേ. ഖുനൂത്തിന്റെ ആദ്യത്തെ കുറച്ച് ഭാഗം പറഞ്ഞേ. അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത്, നീ സന്മാർഗം നൽകിയവരോടൊപ്പം അല്ലെ, സന്മാർഗം നൽകിയവരോടൊപ്പം എനിക്കും നീ സന്മാർഗം തരയണമേ. നീ സന്മാർഗം നൽകിയവരിൽ എനിക്കും നീ സന്മാർഗം തരയണമേ അല്ലെ. പിന്നെ അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത വഅഫിനി ഫീമൻ അഫൈത വതവല്ലനി ഫീമൻ തവല്ലൈത, ഇങ്ങനെ അല്ലേ. അപ്പൊ നമുക്ക് എപ്പോഴും നല്ല മനുഷ്യന്മാരോടൊരു ബന്ധം, അവരെങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് നടക്കാനാകൂലെങ്കിലും ഖൽബ് കൊണ്ട് ലോകത്തുള്ള എല്ലാ സ്വാലിഹ്യങ്ങളോടും എല്ലാ ആരിഫീങ്ങളോടും ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചുപോയ മഹാന്മാരോടും നമുക്കൊരാത്മീയമായ ബന്ധമുണ്ടാകണം. എപ്പോഴും കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ ചുമലിൽ കൈയും വെച്ചിട്ട് സ്വാലിഹ്യങ്ങളുടെ കൂടെ നടക്കാൻ ആകൂലല്ലോ. ഖൽബിലുണ്ടാകണം ഒരു ബന്ധം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, ഏ മുഅ്മിനീങ്ങളെ നിങ്ങൾ അല്ലാഹനെ ശ്രദ്ധിച്ചു ജീവിക്കണം, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിച്ചു ജീവിക്കണം പോരാ. വകൂനൂ മഅസ്വാദിഖീൻ,
നിങ്ങൾ സ്വാദിഖീങ്ങളോടൊപ്പം ചേരണേ. തഖ്വയോടെ ജീവിക്കാൻ പറഞ്ഞിട്ട് തൊട്ടുതാഴെ മരിക്കുന്നത് വരെ സൂക്ഷിച്ചു ജീവിക്കാൻ, ശ്രദ്ധിച്ചു ജീവിക്കാൻ, അള്ളാന്റെ തീരുമാനങ്ങളെ അനുസരിച്ചു ജീവിക്കാൻ പറഞ്ഞതിന്റെ തൊട്ടുതാഴെ റബ്ബ് തആല പറയുകയാണ്, നിങ്ങൾ ജീവിക്കേണ്ടത് നല്ല മനുഷ്യന്മാരോടൊപ്പമാണ്. അതിനുള്ളൊരു സംവിധാനാണ് കേൾക്കണേ. SKSSF മുതൽ മേൽപോട്ട് SYS സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മദ്രസ സംബന്ധമായി നമുക്കറിയാലോ, സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ, സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ്, ഈ സംഘങ്ങളെല്ലാം അവരോടൊപ്പം നിൽക്കുക. ആ വഴിയാണ് യഥാർത്ഥമായ വഴി. ആ വഴിയാണ് പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ പരിചയപ്പെടുത്തിയത്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, ഞങ്ങളെ നീ നേരായ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തണേ അല്ലാ. ഈ വാദ കേട്ട് ഇന്നു മുതൽ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന് ഓതുമ്പോ കരയണം. കണ്ണുന്ന ഒരിറ്റു വെള്ളെങ്കിലും അർത്ഥം പറയും. ഞങ്ങളെ നീ നേരായ മാർഗത്തിൽ, അർത്ഥം പറ, ഞങ്ങളെ നീ നേരായ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തണേ അല്ലാ. കൽബിനൊരു സ്വഭാവമുണ്ട്, ഇളകിക്കൊണ്ടേയിരിക്കും. രാവിലത്തെ കൽബാകില്ല ഉച്ചയാകുമ്പോൾ, ഉച്ചയുടെ കൽബാകില്ല വൈകുന്നേരമാകുമ്പോൾ, വൈകുന്നേരത്തെ കൽബാകില്ല രാത്രിയാകുമ്പോൾ. മാത്രമല്ല നമ്മെ പിഴപ്പിക്കാനായിട്ട് ഒരാളിങ്ങനെ രാവും പകരും നമ്മുടെ കൂടെയുണ്ട്. തീർച്ചയായും ഞാൻ അവരെ പിഴപ്പിക്കുമെന്ന് ഇബ്ലീസ് അല്ലാഹുവോട് നേരിട്ട് പറഞ്ഞതാണ്. നിന്റെ നേരായ മാർഗത്തിൽ തീർച്ചയായും ഞാൻ ഇരിക്കും. ഇരുന്നിട്ട് വലഉദില്ലന്നഹും, ആ വഴിയിലൂടെ പോകുന്നവരെ ഞാൻ പിഴപ്പിക്കും. വലഉമന്നിയന്നഹും, ആ വഴിയിലൂടെ പോകുന്നവരെ ഞാൻ കൊതിപ്പിക്കും. ഈ പണിയെടുത്തോടുക്കാൻ നമുക്ക് തന്നെ ചിലപ്പോൾ ചില വേദന കേൾക്കുമ്പോൾ തോന്നുകയാണ്, ഇതിൽ നിന്ന് മെല്ലെ മാറിയിട്ട് വേറെ വഴിക്ക് പോയാലോ, അഹ്ലുസുന്നത്തി വൽ ജമാഅയിൽ നിന്ന് വ്യതിചലിച്ചാലോ, ഇതൊക്കെ വെറുതെ വിളിച്ചു പറയുന്ന പറച്ചില് മാത്രാണോ? ഉള്ളിൽ ഇങ്ങനെ സംശയം വരികയാണ്. ചില മനുഷ്യന്മാര് പെട്ടെന്ന് റൂട്ട് മാറുകയാണ്, പാർട്ടി മാറും പോലെ ആദർശത്തിന്റെ വഴിയിൽ നിന്ന് മാറിപ്പോവുകയാണ്. കേൾക്കണേ, ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ബാദിറു ബിൽ അഅ്മാൽ, മുഅ്മിനീങ്ങളെ നിങ്ങൾ വേഗം അമൽ ചെയ്യണേ. സതകൂനു ഫിതനുൻ കഖിത്ഉൽ ലൈലിൽ മുദ്ലിമി, പിറകെ ഫിതന വരാൻ ചാൻസ് ഉണ്ട്, പിറകെ പരീക്ഷണങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. കഖിത്ഉൽ ലൈലിൽ മുദ്ലിമി, ഇരുൾ മുറ്റിയ രാത്രി പോലെ മഗ്രിബങ്ങൾ കഴിഞ്ഞ് രാത്രിയാകാൻ തുടങ്ങിയാൽ, കറുത്ത വാവുള്ള ദിവസമാണെങ്കിൽ രാത്രി ഇങ്ങനെ കൂടിക്കൂടി ഇരുട്ടിങ്ങനെ കൂടിക്കൂടി വരികയാ ചെയ്യുക. മഗ്രിബിന് പള്ളിയിൽ പോകാൻ ടോർച്ച് വേണ്ട, നിസ്കരിച്ചിട്ട് വരുമ്പോഴത്തേക്ക് റോഡ് മനസ്സിലാകില്ല. നടന്നു പോകുന്ന വഴിയിൽ ഇരുട്ട് വ്യാപിച്ചിട്ടുണ്ടാകും. ഇരുട്ടങ്ങ് കൂടാൻ തുടങ്ങിയാൽ പിന്നെ കൂടിക്കൂടി വരികയാണ് ചെയ്യുക. ഇരുട്ട് കൂടുന്നത് പോലെ, ഇരുൾ മുറ്റിയ രാത്രി പോലെ നിങ്ങളുടെ ഇടയിലേക്ക് ഫിത്ന വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങളൊന്ന് വേഗം അമൽ ചെയ്യണേ. മുഹമ്മദ് മുസ്തഫ എപ്പോഴും ഓർമ്മ വേണം. ഇപ്പോഴത്തെ കാലം ഇങ്ങനെ മാറുകയാണ്. നമ്മുടെ ഇടയിൽ തന്നെ കുറെ ആൾ യുക്തിവാദിയാകുകയാണ്. പെണ്ണുങ്ങളും ആണുങ്ങളും ശരിക്കും ശ്രദ്ധിക്കണം. കുറെ എണ്ണം ലഹരി പദാർത്ഥങ്ങളുടെ അടിമകളായിട്ട് എന്ത് ഇസ്ലാം എന്ന് ചോദിക്കുകയാണ്. എന്ത് ഇസ്ലാം എന്ന് ചോദിച്ചാൽ മതി, അവൻ മുർത്തദ്ദാണ്, അവൾ മുർത്തദ്. എന്ത് ഇസ്ലാം? ലഹരി ഇങ്ങനെ MDMന്റെ അടിമയായിട്ട് പെണ്ണ് എവിടെയോ ഇരിക്കുകയാണ്. ഒരു സ്റ്റുഡന്റ്, ഒരു പെണ്ണിരിക്കുകയാണ്. ഓളെടുത്ത് പോയിട്ട്, മോളെ ഇതൊന്നും പറ്റൂല, നീ ഒരു മുസ്ലിമായ മോളല്ലേ, ഇത് ലഹരിയല്ലേ എന്ന് പറയുമ്പോ പോയി പണി നോക്ക്. എന്ത് ഇസ്ലാം? എന്ത് ഇസ്ലാം? എന്ത് സുന്നത്ത് ജമാഅത്ത്? എന്ത് ദീന്? എന്ത് ശരീഅത്ത്? എന്ത് അല്ലാഹ്? എന്ത് റസൂലുള്ളാഹ്? ഇങ്ങനെയൊരു ചോദ്യം ആരുടെയെങ്കിലും നാവില് വന്നാൽ അവൻ മുർത്തദ്ദാണ്, ദീനിന്റെ ബോർഡറിൽ നിന്ന് പുറത്താണ്. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി ഈ ഹദീസിന്റെ ശേഷം പറയാണ്, യുസ്ബിഹുർ റജുലു മുഅ്മിനാ, രാവിലെ മുഅ്മിനായവൻ, വയുംസി കാഫിറാ, വൈകുന്നേരമാകുമ്പോഴത്തേക്ക് കാഫിറാകുന്ന കാലം. ഇന്നിപ്പോ അങ്ങനെയായിട്ടുള്ളത്.
ഒന്നും പറഞ്ഞൂടാ. കല്യാണത്തിന്റെ പുരയിൽ ഭയങ്കര DJ നൈറ്റ്, പാട്ട്, തുള്ളല്, കുഴപ്പം, ബഹളം, അങ്ങനെ എന്തെല്ലോ. ഇപ്പൊ നോക്കണം, പണം വെച്ചിട്ട് ക്രിക്കറ്റ് കളിക്കുക, ഫുട്ബോൾ കളിക്കുക, ഒരു ഷീട്ട് കളി പോലെ പൈസ വെച്ചിട്ട് കളിക്കുക. ഇതൊക്കെ ചൂതാട്ടമാണ്, ലോട്ടറി ചൂതാട്ടമാണ്. പണം വെച്ചുകൊണ്ടുള്ള ഈ കളി എങ്ങനെ അംഗീകരിക്കാൻ പറ്റുക? ചോദിച്ചാ പറയും പോയി പണി നോക്കുക, നിങ്ങൾക്കൊന്നും അറിയില്ല. എന്ത് ദീന്, എന്ത് അല്ലാഹു തആല? ദീനിനെയോ ഖുർആനിനെയോ ശരീഅത്തിനെയോ ഒരു മനുഷ്യൻ ചോദ്യം ചെയ്താൽ വഹുവ മുർത്തദ്ദുൻ, ദീനിൽ നിന്നവൻ പുറത്താ. യുസ്ബിഹുർ-റജുലു മുഅ്മിനാ, രാവിലെ മുഅ്മിനായവൻ, വയുംസി കാഫിറാ, വൈകുന്നേരമാകുമ്പോഴത്തേക്ക് കാഫിറാകുന്ന കാലം തീർന്നില്ല. ഒരു പെണ്ണ് അണിഞ്ഞൊരുങ്ങിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. അവളോട് പറഞ്ഞു മുഖം മറക്കണം, നിർബന്ധമാണ്. കൈ പുറത്ത് കാട്ടരുത്, ആരാന് കൈ കാണിച്ചു കൊടുക്കാൻ പാടില്ല, കാല് കാണിച്ചു കൊടുക്കാൻ പാടില്ല. ചുണ്ടിന് ലിപ്സ്റ്റിക് പുരട്ടിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരാളത് ആകർഷിച്ചാൽ നീ കുറ്റക്കാരിയാ, നീ തെറ്റുകാരിയാ. ചുണ്ടിന്റെ ലിപ്സ്റ്റിക് വേണ്ട. മണിയറയിലേക്ക്, ഭർത്താവിന്റെ മുമ്പിലേക്ക് അണിഞ്ഞൊരുങ്ങി പോകും പോലെ മരണ വീട്ടിലേക്ക് പോകരുത്. മണിയറയിലേക്ക് പോകും പോലെ മംഗലത്തിന് പോകരുത്. മണിയറയിലേക്ക് സ്പ്രേ അടിച്ചു പോകും പോലെ ആശുപത്രിയിലേക്ക് പോകല്ലേ, അണിഞ്ഞൊരുങ്ങല്ലേ. കണ്ട മനുഷ്യന്മാരെ ആകർഷിച്ചാൽ നീ തെറ്റുകാരിയാ, നീ അപരാധിയാ, നീ അക്രമിയാ, നീ കുറ്റവാളിയാ എന്ന് പെണ്ണോട് പറഞ്ഞപ്പോ പോയി പണി നോക്കുക, നിങ്ങൾക്ക് എന്തറിയാം? നിങ്ങളും നിങ്ങളെ ഇസ്ലാമും എനിക്ക് ആ ഇസ്ലാമിനോട് താല്പര്യമില്ല. പറഞ്ഞാൽ ആ പെണ്ണ് ദീനിന്റെ പരിധിയിൽ നിന്ന് പുറത്താണ്. വൈകുന്നേരം മോമിനായ ആള് രാവിലെയാകുമ്പോഴത്തേക്ക് കാഫിറായി പോകുന്ന കാലം. ഇങ്ങനെയുള്ളൊരു കാലാണ്. ഉറച്ച് കരഞ്ഞോണ്ട് പറയണം. ഓരോ ഫാത്തിഹയിലും നിസ്കാരത്തിലായാലും വെറുതെ ഇരിക്കുമ്പോൾ ഓതാൻ കഴിയുന്ന. റമദാൻ മാസമൊക്കെ എല്ലാ ഓതിയിട്ട് മുസാഫ് നോക്കിയിട്ട് ഓതാൻ കിട്ടാത്ത ആള്, അല്ലെങ്കിൽ ബസ്സിൽ യാത്ര ചെയ്യുന്നയാള്, അല്ലെങ്കിൽ കാറിലോടുന്നയാള്, ബൈക്കിലോടുന്നയാള്, റമദാൻ മാസം ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കേണ്ട മാസമാണല്ലോ. റമദാൻ എന്നല്ല, എല്ലാ കാലവും നമ്മുടെ നാവിലുണ്ടാകേണ്ട പരിശുദ്ധ വാക്കാണ് ഖൈറുൽ കലാമി കലാമുല്ലാഹ്. അല്ലാഹുവിന്റെ കലാമാണ് ഏറ്റവും ഉത്തമമായ കലാം. ഓരോ ദിവസവും ഏറ്റവും അധികം നാം പറയേണ്ടത് നമ്മുടെ വർത്തമാനങ്ങളല്ല. നമ്മുടെ വർത്തമാനങ്ങൾ നാവിൽ കൂടിയത് കൊണ്ടാണ് മനുഷ്യൻ നരകത്തിലേക്ക് പോകുന്നത്. നമ്മുടെ വർത്തമാനങ്ങൾ കുറച്ച് അല്ലാഹുവിന്റെ വർത്തമാനങ്ങൾ നാവിൽ കൊണ്ടുവരിക. ധാരാളമായിട്ട് ഫാത്തിഹ ഓതുക, ധാരാളമായി ഖുൽ ഹുവല്ലാഹു ഓതുക. എല്ലാ ദിവസവും ശഅബാനിലും റജബിലും ദുൽഹജ്ജിലും എല്ലാ മാസവും പരിശുദ്ധ ഖുർആനിലെ ഫാത്തിഹ ഓതുമ്പോ, ഓരോ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം ഓതുമ്പോഴും കരയുക, ഒന്ന് നെഞ്ചുപടയുക, ഒന്ന് മനസ്സ് ചേർത്ത് ആത്മാവ് ചേർത്ത് പറ ഇഹ്ദിനസ് സിറാത്തൽ. കരഞ്ഞിട്ട് പറഞ്ഞാട്ടെ, ഇതുവരെ പറയാത്തൊരു ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം പറഞ്ഞ നമ്മൾ ഇങ്ങനെ ഓതി ഫാത്തിഹ തുടങ്ങിയിട്ട് ഇതിനെത്തുമ്പോഴത്തേക്ക് കുഴഞ്ഞു വെക്കാണ്. ചില ഉറങ്ങുന്നവരെ കാണാം. നമുക്ക് നിക്കാരോ എന്ന് പറഞ്ഞ ഏറ്റവും വെറുപ്പുള്ളിയല്ലേ. ഒതുകൊടുക്കാൻ തുടങ്ങുമ്പോൾ തന്നെ കോട്ടുവായിട്ടോണ്ട് ആവിട്ടോണ്ട് ഒതുകൊടുക്കാൻ വേണ്ടി അല്ലേ, ഒതുകൊടുത്ത് കയറിയിട്ട് നിസ്കരിക്കാൻ കെട്ടിയ ഒന്ന് തീർന്ന് കിട്ടണം. റിലാക്സ് നിസ്കരിച്ചിട്ട് തീരുമ്പോഴാണ് ശരിക്കും പറഞ്ഞ റിലാക്സ് ഉണ്ടാകേണ്ടത്. ആശ്വാസം, സന്തോഷം, സമാധാനം ഉണ്ടാകേണ്ടത് നിസ്കരിക്കുമ്പോഴാണ്. നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ബാങ്ക് കൊടുക്കാൻ പറയുന്ന അരിഹന ബിസ്വലാത്തിന, സന്തോഷം തരുന്ന പണിയെടുക്കുന്ന നിസ്കാരം. നിങ്ങളുടെ ദുനിയാവിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ 3 കാര്യങ്ങളാണെന്ന് മുഹമ്മദ് നബി. ഒന്ന് അത്വീബ്, സുഗന്ധദ്രവ്യമാണ്, അത്ര പൂച്ച. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. 2 വന്നിസാ, ഭാര്യമാരോട് വല്ലാത്ത ഇഷ്ടമാണ്. എപ്പോഴും പെണ്ണ് കെട്ടിയ ആദ്യത്തെ 5 കൊല്ലല്ല. നമ്മളെ കൂട്ടത്തിൽ ചില മനുഷ്യന്മാർക്ക് ആദ്യത്തെ 10 കൊല്ല, പിന്നെ ഓട് എന്ന് പറഞ്ഞാൽ അതൊരു ദേഷ്യം പിടിക്കലാണ്.
മരിക്കുന്നത് വരെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാകണം ഭാര്യ. 3 നിസ്കാരത്തിലുള്ള കൺകുളിർമ. നിസ്കരിച്ചിട്ട് മതിയാകരുത്. മഹാനായ CH ഹൈദ്രോസ് മുസ്ലിയാർ SKSSF സാമൂതിരി ഓഡിറ്റോറിയത്തിൽ അറിയാലോ, സ്കൂളിൽ ഇതുണ്ടാക്കുന്ന അന്നുണ്ടായിരുന്ന കുറച്ചാളിൽ ഒരാളാണ് ദാറുൽ ഹുദ ഇസ്ലാമിക് അക്കാദമിയുടെ ശില്പികളിൽപ്പെട്ട ഒരു കാലത്തെ സുന്നി യുവജന സംഘത്തിന്റെ കർമ്മോത്സുകനായ ജനറൽ സെക്രട്ടറി CH ഹൈദ്രോസ് ഉസ്താദ്. നിസ്കരിച്ചിട്ട് മതിയാകലേ ഇല്ല. എല്ലാ ഫർളും സുന്നത്തും കഴിഞ്ഞാൽ പിന്നെ മൂപ്പര് ഒതു കൊടുത്തിട്ടതാ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. അള്ളാഹ്ക്ക് ഞാൻ നിസ്കരിക്കുന്നു, അല്ലാഹു അക്ബർ, വജ്ഹത്ത് ഓതുക, ഫാത്തിഹ ഓതുക, സൂറത്ത് ഓതുക, റുകൂഇൽ പോവുക, 2 റക്അത്ത് നിസ്കരിക്കുക. പിന്നെ മുത്തലക്കായ സുന്നത്ത് നിസ്കാരം എന്ന് പറയും. വെറുതെ ഇങ്ങനെ ഈ 2 റക്അത്ത് അഡ്രസ് ഇല്ലാത്ത നിസ്കാരം. ഉദിപകലിലൊക്കെയും നോമ്പതും പൂടിത്തേ ഉറങ്ങിടാതെ രാവിൽ നിന്ന് തൊളുതിടൈ. നിങ്ങളെ തന്നെ നോക്കിയിരിക്കണേ, കുട്ടികളെ നോക്കല്ലേ. ഇതിന്റെ ഇബ്ലീസ് കയറും. കുട്ടികൾ എന്തോ ആയിക്കോട്ടെ, എന്നെ തന്നെ നോക്കിയിട്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുക. കുട്ടികളെ നിയന്ത്രിക്കുന്ന വണ്ടിയർമാരായിട്ട് വലിയ ആൾ മാറിയ ഈ വാല് പോയി പോകും. ഇബ്ലീസ് എങ്ങനെയെങ്കിലും കൊടുക്കാൻ നോക്കിക്കൊണ്ടിരിക്കും. ചില ആൾ ഇങ്ങോട്ട് നോക്കുന്നില്ല, അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കും. റോഡുമുള്ള കുട്ടികൾ പോവോ വരുവോ എന്തോ ആയിക്കോട്ടെ, ഇരിക്കുന്ന നിങ്ങൾ എന്നെ തന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക, എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങോട്ട് നോക്കരുത്. ആ നിയന്ത്രിക്കാൻ പിന്നെ വാലൊക്കെ ഉണ്ടാവില്ല. ഉദിപകലിലൊക്കെയും നോമ്പതും പൂടിത്തേ ഉറങ്ങിടാതെ രാവിൽ നിന്ന് തൊളുതിടൈ സാദത്തേ. പകലെന്നും നോമ്പ്, രാത്രി നേരം പുലരോളം അമല്. ശംസുല്ലും അങ്ങനെയായിരുന്നു. അങ്ങനെ ഒരുപാട് മഹാന്മാരുണ്ട്. നമ്മളതുകൊണ്ട് ഇതിന്റെ വേക്കിരിക്കുന്നേ. അവര് പോകുന്ന വഴിയിലൂടെ അങ്ങനെ പോയിട്ട് അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി. എന്റെ വിഷയം ഇതാണ്. ഓരോ സിറാത്തുൽ മുസ്തഖീം പറയുമ്പോഴും ഒന്ന് മനസ്സ് ചേർക്കണം, ഒന്ന് ആത്മാവ് ചേർക്കണം, ഹൃദയത്തെ ഒന്ന് കുലുക്കണം, കണ്ണിൽ കണ്ണീരിങ്ങനെ വരണം. ഇങ്ങനെ ഇരിക്കല്ലേ, ഒന്ന് ഉസാറായിട്ടിരുന്നേ. സിറാത്തുൽ മുസ്തഖീം അർത്ഥം പറ. ഞങ്ങളെ നീ നേരായ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തണേ അല്ലാ. ഏതാ നേരായ മാർഗം? നിന്റെ അനുഗ്രഹത്തിന് വിധേയരായവരുടെ വഴി. സിറാത്ത് എന്ന് പറഞ്ഞ വഴി. അൻഅംത അലൈഹിം, നിഅമത്തിൽ നിന്ന് വന്നത് അൻഅംത, നീ അനുഗ്രഹിച്ചവരുടെ വഴി. സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ വഴി, അതാണ് നേരായ വഴി. ആരാ അല്ലാഹ് അനുഗ്രഹിച്ചവർ? സമ്പന്നരാണോ? ആരോഗ്യമുള്ളവരാണോ? ബുദ്ധിമാന്മാരാണോ? തറവാട്ടുകാരാണോ? ലോകത്തെ നിയന്ത്രിച്ച മുടിചൂടാ മന്നന്മാരാണോ? സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിലെങ്കിലീ നമുക്ക് പിന്നെ എന്ത് ശങ്ക? അല്ലെ, ഒന്നുമില്ലല്ലോ. അവരൊന്നുമല്ല, എണ്ണിപ്പറഞ്ഞവരൊന്നുമല്ല. പിന്നെ ആരാണ്? മിനൻ നബീന, അല്ലാഹ് അനുഗ്രഹിച്ചവർ അംബിയാ മുർസലീങ്ങളാണ്. വസ്സുദ്ദീഖീന, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ദറജയിലെത്തിയ സിദ്ദീഖീങ്ങളാണ്. 3 ആരാണ്? വശുഹദായി, രക്തസാക്ഷികളാണ്. പിന്നെ ആരാണ്? വസ്വാലിഹീൻ, മനോഹരമായ ഗ്രാമച്ചവടിയിൽ കഴിഞ്ഞ കൊല്ലം വരെ ജീവിച്ച് കഴിഞ്ഞ മാസം വരെ മരണപ്പെട്ടു പോയ ഒട്ടേറെ സ്വാലിഹീങ്ങളായ ആണുങ്ങളില്ലേ, പെണ്ണുങ്ങളില്ലേ, അവര് ജീവിച്ചു പോയ മാർഗമാണ് നേരായ മാർഗം. പറ, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. ഉറക്കെ പറയ്, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. നേരായ മാർഗത്തിൽ ഞങ്ങളെ നയിക്കണേ അല്ലാഹ്. നമ്മൾ ഓരോ ഇഹ്ദിന പറയുമ്പോഴില്ലേ, ആദം നബി അലൈഹിസ്സലാം മുതൽ മുസ്തഫായ മുത്ത് റസൂലുള്ളാഹി തങ്ങൾ വരെയുള്ള 1.25 ലക്ഷം മഹാന്മാർ നമ്മുടെ മുമ്പിലൂടെ ഇങ്ങനെ നടന്നു പോകണം. തീർന്നില്ല, തൊട്ടു താഴെ നേരത്തെ നാം ചൊല്ലിയില്ലേ, അബൂബക്കറിൻ ഉമറു ഉസ്മാനു സുമ്മ ഹൈദറു നസ്ലുൽ ലിഉഫിൻ ആമിറു വതുൽഹതു ഇബ്നു ഉബൈദില്ലാ. വന്ന്
കഴിഞ്ഞ ദിവസം വരെ ഇവിടുന്ന് മരിച്ചുപോയ എല്ലാവരും നമ്മളിങ്ങനെ ഓർക്കണം, അതിന്റെ പിറകിൽ നടന്നു പോവുക. ഇവരെല്ലാം ഓവർടേക്ക് ചെയ്തിട്ട് റസൂലുള്ളാഹിന്റെ മുമ്പിൽ പോകാൻ ആഗ്രഹിക്കണ്ട, നടക്കൂല. നമ്മൾ ചില ആളുടെ സ്വഭാവം അതാണ്, കഴിഞ്ഞവരെ ആരെയും കണ്ടൂടാ. റസൂലുള്ളാഹിയെ പോലും വേണ്ട പോലെ ഹൃദയത്തിൽ ബഹുമാനമില്ല. ഇല്ല സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന് പറഞ്ഞാൽ, SKSSF എന്ന് പറഞ്ഞാൽ, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞാൽ, മുൻകഴിഞ്ഞ എല്ലാവരോടുമുള്ള ബഹുമാനം ഹൃദയത്തിൽ സൂക്ഷിച്ച് ജീവിച്ചു പോകുന്നവരാണ്. ഇല്ല, ഒരാളെയും നാം അള്ളയാക്കുന്നവരല്ല. ഔദുല്ലാലമിനെ നാം അള്ളയാക്കൂല. എന്തിനാ ഔദുല്ലാലമിനെ പറയുന്നേ? സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലും നാം അല്ലാഹു ആക്കുകയേ ഇല്ല. കാരണം റസൂലുള്ളാഹി അല്ലാഹുവിന്റെ അടിമയാണ്. നമ്മൾ പറയലുണ്ട്, അശ്ഹദു അല്ലാ ഇലാഹ. ഈമാൻ കൂടാൻ ഏറ്റവും നല്ല ദിക്റിൽ ഒരു ദിക്റാണ്. ഇപ്പൊ നമ്മുടെ ഉള്ളിലൊക്കെ ഒരുതരം മരവിപ്പ്, അമൽ ചെയ്യാൻ താല്പര്യമില്ല, ഇങ്ങനെ ഇരിക്കുന്ന വേലെല്ലാം കേൾക്കുന്നത് ശരിയാണ്. രാത്രി കിടന്നാൽ ഒരിക്കലും സുബഹിക്ക് എഴുന്നേൽക്കൂല, സമയത്തിനൊന്നും നിസ്കരിക്കൂല, ഒരു നന്മ ചെയ്യാനും താല്പര്യമില്ല. എങ്ങനെയെങ്കിലും ഒന്ന് വേഗം പോയിട്ട് പുരയിലെത്തുക, തുണി കുപ്പായെല്ലാം കഴിക്കുക. വേല കേട്ടോണ്ടിരിക്കുമ്പോ തന്നെ മൊബൈൽ നോക്കുന്ന ആൾക്കാരില്ലേ? ഇന്നലെ വേല പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ഇത് തന്നെ അല്ല, ഓരോ ദിവസം ഉണ്ടാവും ഇങ്ങനെ ഇരിക്കും, മൊബൈലിലുണ്ടാകുക. സ്റ്റേജിലുണ്ടാവും ചില മനുഷ്യന്മാര്, ഇതിലുണ്ടാകുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെൻറപ്പൊക്ക മൊബൈൽ നോക്കി, അവൻ നബിയൊക്ക പിന്നെ മൊബൈൽ നോക്കി, അമ്മാക്കുലത്തൊക്കെ നോക്കിക്കൊണ്ടൊക്കെ മരിച്ചുപോയി. അങ്ങനെ ഉണ്ടാകുക. ഇനിയിപ്പോ അങ്ങനെ ഉണ്ടാകുക. നിക്കരിക്കുമ്പോൾ നോക്കുന്ന ആൾക്കാരുടെ എവിടെയെല്ലാം ഉണ്ട് പോലും. നമ്മുടെ കേരളത്തിലല്ല. നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് മൊബൈൽ അടിക്കും. അപ്പൊ ഇങ്ങനെ നോക്കിയിട്ട് പിന്നെയും വെച്ചു. ഈ മൂന്നനക്ക അനങ്ങാതെ മൂന്നിനൊക്കെ അധികം അനങ്ങിയ നിസ്കാരം അതൊക്കെ ഇവിടെയല്ലേ? ചില മനുഷ്യന്മാർക്കൊക്കെ എന്തെങ്കിലും ഒരു കളിയല്ലേ? ഇമാമിങ്ങൾ വരാനുണ്ടാവും, ഇതങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കുന്നുണ്ടാവും. നിസ്കരിക്കാൻ കഴിയിട്ട് പല സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു കളി ഒരു കളിയല്ലേ? ഇവിടെ അല്ല കേട്ടോ, കേരളത്തിന് പുറത്ത് പോയാലേ നാടങ്ങനെ ഈ സ്റ്റേജ് ഈ ലൈവൊക്കെ ഉണ്ട്. നാട് പറയാ. അപ്പോ ഉള്ളിൽ തട്ടുന്ന ഒരു ഈമാനികമായ ഉണർവ് കിട്ടാൻ പറ്റിയ ഒരു ദിക്റാണ് ചൊല്ല്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു. ഒന്ന് ഈ നമ്മളില്ല, നമ്മളെ ഈ ഇരുത്തം വരെ ഒരു മോമിനിന്റെ ഇരുത്തം എങ്ങനെ ഉണ്ടാകുന്നറിയോ? ഇങ്ങനെ ഇരിക്കുക, കിബറോടല്ല. ഇന്നല്ലാഹ യുഹിബ്ബുർ റജുലൽ ഖവിയ്യ, അല്ലേ? അല്ലേ? അങ്ങനെയല്ലേ? ഉസാറുള്ള മനുഷ്യന്മാരെ അള്ളാഹ് ഇഷ്ടപ്പെടുകയാണ്. ഇങ്ങനെ പോകരുതെന്ന് ഒന്നുകൂടി പറഞ്ഞുതരാം. പെണ്ണിട്ടാത്ത ഏതെങ്കിലും ചെറുപ്പക്കാരുണ്ടെങ്കിൽ, ബാച്ചലേഴ്സ് പെണ്ണിടാൻ പോയാലില്ലേ, ഇപ്പോഴത്തെ പെൺകുട്ടികൾ MSW ഈ ഭാഗത്തൊക്കെ കുറെ യൂണിവേഴ്സിറ്റികളുടെ കയറിയാണല്ലോ. മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക്, അതേപോലെ തന്നെ മനഃശാസ്ത്രത്തിൽ MSc ഒക്കെ എടുത്ത കുട്ടികൾ, ഇപ്പോഴത്തെ കുട്ടികൾ പെൺകുട്ടികൾ. ആൺകുട്ടികൾ ഇപ്പോഴും ഈ ഭാഗത്ത് എനിക്കറിയില്ല. 10ാം ക്ലാസ് ഗുസ്തി, 12ാം ക്ലാസ്, 10ാം ക്ലാസ്സും ഗുസ്തിയും ഉഷാറാണ്. എന്നിട്ട് പെണ്ണ് കാണാൻ പോയിട്ട് ഇവനിങ്ങനെ ആടാ വന്നിരുന്നു. 2 പോയിട്ട് കണ്ടിട്ട് പെണ്ണിനെ പിടിച്ചിട്ടില്ല. ഇത് 3ാമത്തെയാണ്. കിട്ടുക പഠിച്ചോനെ, തങ്ങൾ തന്നൊരു ഉറുക്കുണ്ട്, ഉസ്താദ് തന്നൊരു മോതിരുണ്ട്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് പിടിക്കുമോന്നിങ്ങനെ ഒതിലെടുത്തിട്ട് പോകാൻ പറഞ്ഞിരുന്നു. പെണ്ണ് രണ്ട് പെണ്ണിനും പിടിച്ചില്ല. ഇവൻ പെൺകുട്ടിയൊക്കെ ഡിമാൻഡ് കൂടാണ് ഇപ്പോ. ആൺകുട്ടികളുടെ ഡിമാൻഡ് കുറഞ്ഞു കൊടുക്കാൻ കാശില്ലാണ്ട് പോയി. കാശില്ലാതെ പോയി. അപ്പോ കാണാൻ പോയപ്പോ ഈ പെണ്ണിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, എനിക്ക് വേണ്ട, കാണാൻ നല്ല മൊഞ്ചൊക്കെ ഉണ്ടല്ലോ പഠിച്ചോനെ, എനിക്കെന്താ പറ്റാണ്ടായ? ബോഡി ലാംഗ്വേജ് ശരിയില്ല. നമ്മൾ നടക്കുമ്പോ ഇങ്ങനെ നടക്കുന്നത്, ഇങ്ങനെ കഞ്ഞി പോകുമ്പോലെ പോവാൻ, കഞ്ഞി പോകുമ്പോലെ. ഓൻ വിചാരിച്ച് ഞാനൊരു സൂഫി ആയിട്ടുള്ള കണ്ടിട്ട് എന്നെ എങ്ങനെ പിടിക്കട്ടെ എന്ന്. പെൺകുട്ടികൾക്ക് അത് പിടിക്കൂലെന്നേ. നമ്മൾ ഉഷാറിലിരിക്കണം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അത്രേ ഉള്ളൂ. അല്ലാഹുവിന്റെ റസൂലിനെ, അല്ലേ, മുഹമ്മദ് നബിയെ അല്ലാഹുവിന്റെ റസൂലായി ഞാൻ മനസ്സിലുറപ്പിച്ചു നാവ് കൊണ്ട് പറയുന്നു. അബ്ദുഹു അല്ലാഹുവിന്റെ അബ്ദാണ്, വറസൂലുഹു റസൂലുമാണ്. റസൂലുള്ളാഹിയെ അടിമയായി കാണുന്നവരാ നമ്മള്. അള്ളാന്റെ അടിമയായി അള്ളയാക്കൂല. മുത്തറസൂലുള്ളാഹിനെ അള്ളാന്റെ അടിമയായി കണ്ടവൻ ആടുന്ന് ഇങ്ങോട്ട്. അള്ളാന്റെ അടിമയാണ്, അള്ളാന്റെ അടിമയാണ്, അബ്ദുൽ ഗഫൂർ മൗലവിയും അള്ളാന്റെ അടിമയാണ്.
അടിമയായി കണ്ട പിന്നെ അള്ളയാവോ? ആവൂലല്ലോ. അള്ള ഒന്നേ ഉള്ളൂ. അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ വിശ്വാസത്തിൽ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിശ്വാസത്തിൽ, SKSSFന്റെ വിശ്വാസത്തിൽ ഇല്ല അള്ളാന്റെ പൊസിഷനിൽ എത്തിയ ആളല്ല. അതിന്റെ തൊട്ടു താഴെയോ അല്ല. ഒന്നുകൂടി കേൾക്ക്. സയ്യിദുനാ ഹംസത്തുൽ ഖറാർ അറിയില്ലേ? വമ്പുറ്റ ഹംസ റളിയല്ലാഹ് ചാടിയിട്ടമ്പിയാസ് വാതിൽ മാറടാ വള്ളൽ നബി മഹമൂദർ ഹൗളിന്ന് വെള്ളം കുടിക്കുന്നോനാരടാ അമ്പർ ഷഫീഉള്ള കാവൽ വെച്ചുള്ള സംബരമിൽ ചെന്ന് ചേരടാ അല്ലേ? ഖൈറുൽ വറാ നബി യാർ കുളത്തിന്ന് ധൈര്യമുണ്ടെങ്കിൽ കോരടാ. ആ ഹംസ റളിയല്ലാഹു അൻഹുവിനെ കുത്തിക്കൊലപ്പെടുത്തിയ വഹ്ശിയുടെ പേര് കേൾക്കുമ്പോൾ ഇന്ന് പറയണം. പറ സയ്യിദുനാ വഹ്ശി. പറ റളിയല്ലാഹു അൻഹു കരൾ ചവച്ചു തുപ്പി കഴുത്തിൽ മാലയായിട്ട പെണ്ണിന്റെ പേര് കേൾക്കുമ്പോൾ പറയണം സയ്യിദത്തുനാ ഹിന്ദ് റളിയല്ലാഹു അൻഹാ. ഔദുൽ ആലം ആ വഹ്ശി തങ്ങളെ അടുക്കൽ വരെ എത്തൂല. വഹ്ശി സ്വഹാബിയാണ്, ഹിന്ദ് സ്വഹാബിയത്താണ്. ഔദുൽ ആലം ആ സ്വഹാബാക്കളുടെ ദർജയിൽ തൊട്ടു താഴെയാണ്. കേൾക്കണേ, വിഷയം അതൊന്നുമല്ല. നമ്മൾ പറയണം ഈ കഴിഞ്ഞ കാലത്ത് ജീവിച്ച മുൻഗാമികളായ എല്ലാ മഹാന്മാരും നമ്മുടെ മനോമുഖരത്തിൽ ഇങ്ങനെ തെളിഞ്ഞു വരണം. അവർ നടന്നു പോയ വഴിയാണ് എൻ്റെ വഴി. അതാണ് മുസ്തഖീമായ വഴി, അതാണ് നേരായ വഴി. ആ വഴിയുടെ പിറകെയാണ് ഞാൻ. SKSSF എന്ന് പറഞ്ഞാൽ, SYS എന്ന് പറഞ്ഞാൽ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ ആ നേരായ വഴിയെ ടോർച്ചടിച്ച് കാണിച്ചു തരുന്ന പ്രസ്ഥാനമാണ്. ഇതാണ് നമ്മുടെ പണി. അല്ലാണ്ട് നമ്മുടെ ഈ ഗ്രാമങ്ങളിൽ പോകുമ്പോൾ ഏത് കേരളത്തിലായാലും ശരി SKSSF എന്ന് വിചാരിക്കുക അത് എഗനിസ്റ്റ് ഗ്രൂപ്പിനെ എതിർക്കാൻ വേണ്ടിയിട്ടും ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടും അവരെ നോട്ടീസ് പറിച്ചു. അല്ലല്ല, അതിനു വേണ്ടിയിട്ടല്ല. എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാകണം ജീവിക്കുന്ന പരിസരത്തെ എല്ലാ മോമിനീങ്ങളോടും വല്ലാത്ത ബന്ധവും സ്നേഹവും അടുപ്പവും കാരുണ്യവും. ഒരാളോടും ഒരു മഹല്ലത്താകുമ്പോ അവിടെ വ്യത്യസ്ത സംഘടനാ സംവിധാനങ്ങൾ ഉണ്ടാകും. അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ഉള്ളിലുള്ള എല്ലാവരോടും നമുക്ക് വല്ലാത്തൊരു സ്നേഹവും കാരുണ്യവും ബന്ധവും അടുപ്പവും. ഒരാളെയും കുറ്റം പറയണ്ട, ഒരാളെയും ചീത്ത പറയണ്ട. മോമിനീങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ പ്ലാറ്റ്ഫോം ഉള്ളിലുള്ളവർ സലാം ചൊല്ലിയാൽ മടക്കാതിരിക്കണ്ട. കാരണം ലാ യഹില്ലു ലി മുസ്ലിമിൻ, ഒരു മുസ്ലിമിന് അനുവദനീയമല്ല അവന്റെ സഹോദരനോട് പിണങ്ങി നിൽക്കൽ, ചൊടിച്ചു നിൽക്കൽ. തലാതലയാൽ 3 രാത്രിയേക്കാൾ അധികം, 3 രാത്രിയേക്കാൾ മേലെ പിണങ്ങി നിൽക്കൽ അനുവദനീയമല്ല. നമ്മുടെ ഇടയിൽ കഴിഞ്ഞ കൊല്ലം റമദാന്റെ മുമ്പേ തെറ്റിയിട്ട് ഇപ്പോ മുണ്ടൂല. സലാം ചൊല്ലുകയും ചെയ്യില്ല, ചൊല്ലിയാ മടക്കുകയും ചെയ്യില്ല. ഇങ്ങനെ അല്ലെ? 2 ബൈക്ക് 110 ഓടുമ്പോൾ ഓടുന്നവരില്ലേ? 2 ബുള്ളറ്റ് ബൈക്ക് 110 സ്പീഡിൽ ഓടും പോലെ കണ്ടാൽ ഇനി ഏതെങ്കിലും ഒരു ഉസ്താദിന്റെ ഇടയിൽ പെട്ടിട്ട് ഇങ്ങനെയൊന്നും പറ്റൂല, മോമിനിങ്ങളാണ് മുണ്ടണം എന്ന് പറയുമ്പോ നീ പോടാ, മഷറെ പോലെ മുണ്ടൂല. അള്ളാഹ്ക്ക് ഇങ്ങോട്ട് എത്ര കള്ളൂടിയന്മാരെ തലയിലേക്കാ മഴ പെയ്യുന്നേ. അള്ളാഹ്ക്ക് വെറുപ്പാണെങ്കിൽ വെറുപ്പാ കള്ള് മഴ കൊടുക്കുവോ അള്ളാഹു തആല? ഈ ലോകത്തെ മനുഷ്യന്മാരെ തമ്മാടിത്തം കണ്ടാല് അള്ള മഞ്ഞ് പെയ്യിക്കോ? ഇപ്പൊ മഞ്ഞ് പെയ്യുന്നുണ്ട്. മഞ്ഞ് പെയ്തിട്ട് വേണം പിലാവ് പൂക്കാൻ. പിലാവ് എന്നല്ല പറയാ, പിലാവ് എന്ന് പറഞ്ഞാൽ ചക്ക ഉണ്ടാകുന്ന മാവ്, ചക്കമരം. ഇപ്പൊ തിരിഞ്ഞില്ലേ? അതേപോലെ തന്നെ മാവ്, മാങ്ങ, ഏത് പഴവും ഏത് പഴത്തിന്റെയും മരം അല്ലെ, അത് ആപ്പിളായാലും മുന്തിരിയായാലും നാരങ്ങയായാലും പഴമുണ്ടാകുന്ന മരം പൂക്കാൻ മഞ്ഞു പെയ്യണം. മഞ്ഞു പെയ്തിട്ട് വേണം പൂവ് പൊട്ടിടാൻ. പിന്നെ നല്ല ചൂടുകാലം വന്നിട്ട് വേണം അത് മൂത്ത് പാകമാകാൻ, പഴുത്ത് പാകമാകാൻ. മഴ പെയ്യുന്നതും റബ്ബ് തആല മഴ തരുന്ന. ഇങ്ങോട്ട് ആ റോഡുമേലേക്ക് നോക്കല്ലേ കുട്ടികളെ. ആള് പോവോ വരുമോ എന്താ ചെയ്തോട്ടെ. നിങ്ങൾ എന്നെ തന്നെ ഇവിടെ ശരിക്കും പറഞ്ഞല്ലേ, വീട്
ഇരുന്ന് മറ കെട്ടോണ്ടിരുന്നത്. അങ്ങനെ തന്നെ നോക്കിക്കൊടുക്കുകയാണ്. മഴ പെയ്യുന്നതും മഴ തരുന്നതും അല്ലാഹു തആല, മഞ്ഞ് തരുന്നതും അൽഹംദുലില്ലാഹ് പറ, മഴ തരുന്നതും അല്ലാഹു തആല, മഞ്ഞ് തരുന്നതും അല്ലാഹു തആല, കാറ്റ് തരുന്നതും അല്ലാഹു തആല. റബ്ബിന് അത്ര ഇഷ്ടം നമ്മളോട്, ഒരു പകയും അല്ലാഹ്ക്കില്ല. നമ്മൾ ആ അള്ളാന്റെ സ്വഭാവക്കാരാകേണ്ടവരാണ്. എന്റെ കൂടെ തന്നെ ഒരു ഹദീസ് ഓതിയേ, തഖല്ലഖൂ ബി അഖ്ലാഖില്ലാഹ്. തഖല്ലഖൂ ബി അഖ്ലാഖില്ലാഹ്. നിങ്ങളുടെ സ്വഭാവങ്ങളെ നിങ്ങൾ അള്ളാന്റെ സ്വഭാവമാക്കണേ. മുഹമ്മദ് മുസ്തഫ. നമ്മളോട് ജീവിക്കുന്ന എല്ലാവരോടും കരുണയുള്ളവരാകണം. അത് ഹിന്ദുവിനോട് വരെ. അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്നാൽ പരിസരത്ത് താമസിക്കുന്ന ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളോടും തീവ്രമായ വർഗീയതയോ ദേഷ്യമോ വെച്ച് പുലർത്തുന്നവരെയല്ല. മമ്പുറം തങ്ങളുടെ അനുയായികളാണ് നമ്മൾ. ഖുതുബുസ്സമാൻ മമ്പുറം തങ്ങളുടെ കാര്യസ്ഥന്റെ പേര് കോന്തു നായർ എന്നാണ്. ഹിന്ദുവാൻ. മമ്പുറം തങ്ങളുടെ കാര്യസ്ഥൻ, ഒന്നിച്ചു നടക്കുന്ന അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി, അദ്ദേഹത്തിന്റെ പേര് കോന്തു നായർ എന്നാണ്. ശബരിമലയിലേക്ക് അയ്യപ്പ ഭക്തന്മാരായ സ്വാമിമാര് പോകുന്നത് കാണാറില്ലേ? അയ്യപ്പ സ്വാമിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ പേര് വാവറ വലിയുല്ലാഹി എന്നാണ്. കാസർഗോഡ് ജില്ലയിൽ ഉമർ സമർക്കന്തി എന്നൊരു മഹാന്റെ ഖബറുണ്ട് അതിഞ്ഞാലിൽ, കാഞ്ഞങ്ങാടിനടുത്ത് അതിഞ്ഞാലിൽ. ആ ഉമർ സമർക്കന്തി തങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാൾ മാണിക്കോത്ത് മടിയൻ കൂലോം ക്ഷേത്രത്തിലെ പൂജാരിയാണ്. ഇതെല്ലാടെയും കാണാം, എല്ലാ ജില്ലയിലും കാണാൻ കഴിയും. അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞാൽ എല്ലാ മതസ്ഥരോടും സ്നേഹത്തോടെയും കാരുണ്യത്തോടെയും പെരുമാറുന്ന ആദർശ പ്രസ്ഥാനമാണ്. ആദർശ പ്രസ്ഥാനമാണ് സത്യമെന്ന് തോർച്ചടിച്ചു കാണിച്ചു തരുന്ന സംഘടനയുടെ പേരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുതൽ SKSB വരെയുള്ള എല്ലാ സംഘടനകളും. ഇരിക്കുന്ന എല്ലാരോടും പറയട്ടെ, നമ്മൾ ഖൽബ് ക്ലിയർ ആക്കണം. അല്ലാഹുവോട് നല്ല സ്നേഹമാകണം. മുത്ത് റസൂലുള്ളാഹിയോട് വല്ലാത്ത ഇഷ്ടമാകണം. 1.25 ലക്ഷം അംബിയാ മുർസലീങ്ങളോട് ബഹുമാനമാകണം. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ മുതൽ കഴിഞ്ഞ കാലങ്ങളിൽ ജീവിച്ച എല്ലാ ആരിഫീങ്ങളോടും സ്വാലിഹീങ്ങളോടും ആരെങ്കിലും അല്ലാഹുവിന്റെ അടയാളങ്ങളെ ബഹുമാനിച്ചാൽ തീർച്ചയായും ആ ബഹുമാനം മനുഷ്യരുടെ ഖൽബിലുള്ള തഖ്വയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ ചെലവില്ലാത്തൊരു പണി പറഞ്ഞുതരാം. നിസ്കരിക്കാൻ പണിയില്ലേ? ഒതു കൊടുക്കണം, അല്ല കൈ കെട്ടണം, നിസ്കരിക്കണം. ഖുർആൻ ഓതാൻ പണിയുണ്ട്, നോമ്പൊക്കാനുണ്ട് ബുദ്ധിമുട്ട്, ഹജ്ജിനും പണിയുണ്ട്, സക്കാത്ത് കൊടുക്കാൻ കീഴിൽ പൈസ എടുത്ത് കൊടുക്കണം, വിഷമുണ്ട്, അതൊക്കെ നിർവഹിക്കണം. ചെലവില്ലാത്ത 2 പണി പറഞ്ഞുതരാം. ഒന്നിതാ, ജീവിച്ചിരിക്കുന്ന പ്രദേശത്തെ എല്ലാ തഖ്വയുള്ള ആളെയും ഖൽബ് കൊണ്ട് ബഹുമാനിക്കുക. ഒരു ചെലവില്ല, പുറത്ത് കാണൂല. ഇൽമിന്റെ അഹ്ലുകാരെ ബഹുമാനിക്കുക, സയ്യിദന്മാരെ ബഹുമാനിക്കുക. നമ്മുടെ ചങ്ങാതിമാരെ കൂട്ടത്തിലെ വഖത്തിൽ നിസ്കരിക്കുന്ന ഹറാം എന്നൊക്കെ ഒഴിഞ്ഞ് ജീവിക്കുന്ന ധാരാളം ആളില്ലേ? പെണ്ണുങ്ങളെ, ആണുങ്ങളെ ബഹുമാനിക്കുക. നാളെ നന്മയും തിന്മയും തൂക്കുമ്പോ ഒരാൾക്ക് കുറെ അധികം അമല്, അയാൾക്കെന്നറിയില്ല, അയാൾക്ക് മനസ്സിലാവുന്നില്ല ഇതേതാ അമലെന്ന്. നോക്കുമ്പോ ഇയാള് പണ്ടേ സയ്യിദന്മാരെ ബഹുമാനിച്ചിരുന്നു, ആലിമീങ്ങളുടെ ചെരുപ്പെടുത്തു കൊടുത്തിരുന്നു, ആലിമീങ്ങളെ പീടികയിൽ കൊണ്ടുപോയി ചായ കുടിപ്പിച്ചിരുന്നു, സ്വന്തം വീട്ടിൽ കൊണ്ടുപോയിട്ട് തക്കരിച്ചിരുന്നു. സ്വാലിഹീങ്ങളായ ദിക്ർ ചൊല്ലുന്ന ഖുർആൻ ഓതുന്ന മുഅ്മിനീങ്ങളോട് വലിയ പിരിശത്തിലായിരുന്നു. അത്രേ ഉള്ളൂ, പുറത്ത് കാണുന്ന അമലല്ല. ഈ അമലിന്റെ കൂലി വന്നിരുന്ന ഉള്ളിൽ. അല്ല ഇങ്ങോട്ടല്ലേ നോക്കുക, അല്ല പുറത്തേക്കാണ് നോക്കുക. എന്റെ പൊരന്റെ മുറ്റത്തേക്കല്ല അല്ല നോക്കുക. ഇനി എവിടെ നോക്കുന്നറിയോ? ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമികും വലാ ഇലാ സുവരിക്കും. നിങ്ങളുടെ തടികളിലേക്ക് അല്ല നോക്കൂല. വല്ലാണ്ടൊന്നും ഇങ്ങനെ മിനിങ്ങി നടക്കണ്ട, അല്ല പുറത്തു നോക്കൂല. പിന്നെ രൂപഭാവങ്ങളിലേക്ക് അല്ലാഹു തആല നോക്കൂല. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. നിങ്ങളുടെ ഖൽബുകളിലേക്കാണ് അല്ലാഹുവിന്റെ നോട്ടം ഉണ്ടാവുക. ഖൽബിലെ എല്ലാ
അള്ള പൊരുത്തപ്പെട്ട ആൾക്കാരോട് വല്ലാത്തൊരു തഅ്ളീം, ബഹുമാനം, നന്മയുടെ തുലാസ് തൂങ്ങുന്നതാണ്. അപ്പൊ ഈ സമയം മുതൽ അങ്ങോട്ട് അള്ളാന്റെ ആരിഫീൻ ഇങ്ങോട്ടൊക്കെ ഉള്ള ആളത്തെ സയ്യിദ് മുഹമ്മദ് മദനി തങ്ങളോട് ബഹുമാനം, അവിടെയുള്ള പുലി മുഹയ്യിദ്ദീൻ ബാവ എന്ന ശൈഖുനാ സിഎം വലിയുള്ളാഹിയുടെ ശൈഖിനോട് ബഹുമാനം, പന്തറിലെ ജലാൽ മസ്താനോട് ബഹുമാനം, അല്ലേ? പരിസരത്തെ ഓരോ മഖാമിലുമുള്ള മഞ്ഞനാടിയിലെയും അതേപോലെ തന്നെ പരിസരത്തെയും ഓരോ മഖാമിലുമുള്ള അള്ളാന്റെ ആരിഫീങ്ങളോട് ബഹുമാനം കൽബിലുണ്ടായാൽ മതി. ഇടക്കിടക്കില്ലേ ഈ മഹാന്മാരെ ഓർത്തിട്ട് ഓരോ ഫാത്തി ഓതി കൊടുക്കുക. അങ്ങനെ ഇങ്ങോട്ട് പേരിങ്ങനെ പറഞ്ഞിട്ട് ഓതിക്കോ. ബാണവാറിലെ സയ്യിദ് ഹുസൈൻ വലിയുള്ളാഹിക്ക് ഒരു ഫാത്തിഹ, ബാംഗ്ലൂരിലെ തവക്കൽ മസ്താന്റെ ഹദ്റത്തിലേക്ക് ഒരു ഫാത്തിഹ, ജാവക്കൽ പീർ മുഹമ്മദ് ഷാ വലിയുള്ളാഹിക്ക് ഒരു ഫാത്തിഹ, ദാദാ ഹയാത്തിലെ മഹാനായ ശൈഖ് കലന്തർ വലിയുള്ളാഹിക്ക് ഒരു ഫാത്തിഹ, അതേപോലെ മുറുകിമുല്ലയിലെ അമ്മ ജബാബാജ ഉപ്പാപ്പമാർക്ക് ഫാത്തിഹ. അങ്ങനെ കിട്ടുന്ന മലയാളത്തിൽ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ കർണാടകയിൽ പറഞ്ഞാൽ മതി. ഫാത്തിഹ ഓതിയിട്ട് ഒരു ഐക്യദാർഢ്യം, അവരോടൊക്കെ കൽബിൽ ഒരു തഅ്ളീം, ഒരു ബഹുമാനം. അങ്ങനെ അതേപോലെ തന്നെ ചെലവില്ലാത്ത മറ്റൊരു പണിയാണ് സ്നേഹിക്കുക. ഒന്ന് അള്ളാന് ഏറ്റവും വലിയ പിരിശം കൽബില് ഒന്നിരിക്കുന്ന എല്ലാവരും ഇല്ലേ, ഒരു സ്ഥലത്ത് കുടിച്ചില്ലേ, ഒരു 3 സ്വലാത്തിലിട്ട് കയ്യിൽ ഊതിയിട്ട് ചൊല്ലിത്തരാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. ഉറക്കെ അല്ലാഹുമ്മ സ്വല്ലി, ഒന്ന് ഉറക്കെ ചൊല്ലേ, അമർന്നിരിക്കല്ലേ, ഫൈബറിന്റെ കസാലയാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. ഒന്ന് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ ഓരോ മുഹമ്മദ് പറയുമ്പോഴില്ലേ അത് വല്ലാത്ത മധുരത്തിൽ പറയും. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. ഒന്നുകൂടി അല്ലാഹുമ്മ സ്വല്ലി അലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. രണ്ട് കൈയിലൊത്ത് തല മുതൽ കാലിന്റെ അടി വരെ അല്ലാഹുവേ നല്ല റാഹത്ത് താ പടച്ചവനെ, തടിക്ക് നല്ല ഉന്മേഷം താ അല്ലാ, ആഫിയത്ത് താ അല്ലാ, ഉള്ള രോഗങ്ങളെ മുഴുവൻ ഈ പരിശുദ്ധ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ രാത്രിയുടെ ബറക്കത്ത് കൊണ്ട് സുഖപ്പെടുത്തി താ അല്ലാ. പുരയിലും കുടുംബത്തിലും സമാധാനം താ അല്ലാ, ചെയ്യുന്ന ജോലിയിൽ ബറക്കത്ത് താ അല്ലാ, മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, പുരയിൽ എല്ലാവർക്കും നല്ല ആരോഗ്യം നൽകണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങൾ അറിയോ ഇപ്പോഴത്തെ നമ്മുടെ കൽബോടിയുള്ള കൽബോടിയുള്ള അല്ല എവിടെയുള്ള അറിയില്ല ഉസ്താദെ, അറിയില്ല. എവിടെയോ ഉള്ള നമ്മുടെ കൽബൊന്ന് ഉയർത്തിയിട്ടതാ അള്ളാന്റെ പരിശുദ്ധ സന്നിധിയിൽ കൊണ്ടുപോയിട്ടൊന്ന് ഒന്ന് ഒരു ഹൈ ജമ്പ് ഒന്ന് ഉയർത്തിയേ തുള്ളണ്ടട്ടോ. ഒന്നതാ നമ്മുടെ കൽബ് കൊണ്ടുപോയിട്ട് അള്ളാന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് വെച്ച് ഇങ്ങോട്ട് ഇത്ര സ്നേഹമുള്ള ഈ നേരം വരെ അള്ളാഹു ഒരു നേരത്തെ ഭക്ഷണം മുടക്കിയില്ലല്ലോ. അൽഹംദുലില്ലാഹ് പറ. ഇതുവരെ അള്ളാഹു തആല ഭക്ഷണം കിട്ടില്ലല്ലോ. പറ. ഇതുവരെ റബ്ബ് തആല മാരക രോഗങ്ങൾ തന്നില്ലല്ലോ. ഇതുവരെ അൽഹംദുലില്ലാഹ് പറയും. ഉള്ളവരുണ്ടാവും രോഗമുള്ളവര്, അവര് നമ്മളെക്കാളും ഭാഗ്യവാന്മാരാ, ആഖിറത്തിൽ വലിയ കൂലിയാണ്. ഇതുവരെ അള്ളാഹു തആല അപകടത്തിൽ പെടുത്തിയില്ലല്ലോ. ഇതുവരെ അള്ളാഹു തആല ജനങ്ങളുടെ ഇടയിലിട്ട്. ഇപ്പൊ ഞാനിവിടെ വന്നപ്പോൾ അബ്ദുറഹ്മാൻ ഉസ്താദിനോടും അതേപോലെ തന്നെ നമ്മുടെ അഷ്റഫ് ഉസ്താദിനോട് ചോദിച്ചു, പോരായില്ലേ? അൽഹംദുലില്ലാഹ്. ഇവരൊന്നും ഗൾഫിൽ പോയിട്ടോ കഷ്ടപ്പെട്ടിട്ടോ കുറെ അധ്വാനിച്ചിട്ടോ ആകാശത്തിലേക്ക് പറഞ്ഞിട്ടൊന്നുമല്ല, നാട്ടിൽ തന്നെ ജോലി ചെയ്ത് ചെറിയ ശമ്പളമാണ്. അതിന്റെ ഇടയിൽ അൽഹംദുലില്ലാഹ് ബാക്കി ഉസ്താദുമാര് കുറെ ഉണ്ട്, എല്ലാവരുടെയും ചോദിച്ചിട്ടില്ല. രണ്ടാനത്തിലെ ഉസ്താദുമാര് ചെറിയ ശമ്പളക്കാരാണ്. ഓടാൻ വണ്ടിയുണ്ട് പലർക്കും, അതേപോലെ തന്നെ പിന്നെ താമസിക്കാൻ പോരുണ്ട്. അള്ള കൊടുക്കാൻ നമ്മളൊരു ജോലി ചെയ്യണമെന്നേ ഉള്ളൂ. അത് മദ്രസയിലെ ഉസ്താദുമാര് ഇന്നലെ ഓട്ടോറിക്ഷ ഓടിക്കുന്നവര്, പെയിന്റ് അടിക്കാൻ പോകുന്നവര്, കൂലിപ്പണിക്ക് പോകുന്നവര്, ഹോട്ടലിൽ വെറും എപ്പോഴും ഹോട്ടലിൽ എന്താ പറയാ ടീ മാസ്റ്റർ ചായ പേരിൽ മാത്രം. പണ്ടാരില്ല, പണ്ടാരിയാകുമ്പോൾ കുറച്ചും കൂടി പൈസ ഉണ്ടാവും. ഉസ്താദ് ശേഖലിയൊക്കെ ആകുമ്പോൾ പൈസ ശമ്പളം കൂടും. വെറും ചായ പേരില് അല്ലെങ്കിൽ സപ്ലൈ പണി പോരുണ്ടാക്കിയാണ്. 7 പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുത്തു. 2 ഹജ്ജിന് പോയി, 1-ലധികം ഉംറക്കും പോയി. എന്താ പണിയെന്നറിയോ? മീൻ ഇങ്ങനെ ഈ സൈക്കിളിന്റെ മുകളിൽ ചവിട്ടിയിട്ട് ഒരു 50 വീട്ടുകാർക്ക് വിൽപ്പന ചെയ്യല്. 7 പെൺകുട്ടികളെ. ഇപ്പോഴത്തെ പെൺകുട്ടികളല്ല, ആ കാശ് കൊടുത്തിട്ട് കെട്ടിക്കുന്ന ആ അർക്കലല്ലേ പണ്ട്, കാശിയും കൊടുത്തിട്ട് അർക്കല് പെണ്ണുങ്ങളെ. ആ കാലത്ത് 7 പെൺകുട്ടികളെ. എങ്ങനെ അള്ളാഹ് സഹായിച്ചു? എല്ലാരും ഗൾഫിൽ പോയിട്ടാ ജീവിക്കുന്നല്ലോ, നാട്ടിൽ കഷ്ടപ്പെട്ടിട്ട് അല്ലെ അള്ളാഹ് സഹായിക്കാണ്. ഇത്ര ഇങ്ങോട്ട് അടുപ്പമുള്ള എന്നോട് അള്ളാഹ്ക്ക് തീരെ ഇഷ്ടമില്ല എന്ന് പറയുന്നവനെ ഓൻ പറയുന്നറിയോ, എന്നെ നമുക്ക് തീരെ ഇഷ്ടമല്ല, കുറെ കടം, കുറെ ബേജാറ്, എല്ലാം കൂടി രോഗം മാറുന്നില്ല. ഓനോട് ഏറ്റവും ഇഷ്ടം, ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടമുള്ള അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ആളെ പേര് പറഞ്ഞേ ഇരിക്കുന്നറിയാൻ പറയും. വെള്ളം കുടിക്കട്ടെ, പറ. എന്തിനാ അധികം ചിന്തിക്കുന്ന? ലോകത്ത് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളെ പേര് പറയുന്നേ. എന്തിനാ ഇങ്ങനെ ആലോചിക്കുന്നത്?
അത് ചൊഹ്ഫ മറച്ചു നോക്കൊന്നും വേണ്ടല്ലോ, പറയ് ആരാത്? ഇത്രയെല്ലാം ആളുണ്ടായിട്ട് പഠിച്ചോനെ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളെ പേര് കിട്ടൂലെങ്കിൽ അല്ല അതിന് മനസ്സതെ എന്നായി കാണുന്നത്? ആർക്ക് ഏറ്റവും ഇഷ്ടം പറ? സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. വഫാത്താകുന്ന അന്ന് രാത്രി കത്തിക്കാനാ പുരയിൽ വഫാത്താകുന്ന അന്ന് രാത്രി മുത്ത് റസൂലുള്ളാഹിന്റെ പുരയിൽ കത്തിക്കാൻ സൈത്തണ്ണയില്ല. അത് മാത്രം ആലോചിക്കട്ടെ. വഫാത്താകുന്ന അന്ന് രാത്രി കത്തിക്കാൻ മുത്ത് റസൂലുള്ളാഹിന്റെ പുരയിൽ സൈത്തണ്ണയില്ല. യാ റസൂലല്ലാഹ് പറ, യാ റസൂലല്ലാഹ് പറ, പറ യാ നബിയല്ലാഹ് പറ, യാ ഹബീബല്ലാഹ്. അത്ര ബേജാറിലാണ്. തീർന്നില്ല. വഫാത്താകുന്ന അന്ന് തിന്നാൻ ഭക്ഷണമില്ലാഞ്ഞിട്ട് ജൂതന്റെ അടുക്കൽ കൊണ്ടുപോയി പടയങ്കി പണയപ്പെടുത്തി 30 സ്വാഴ് ഗോതമ്പ് വാങ്ങി. തൂഫി റസൂലുള്ളാഹി വദിറുഹു മർഹൂനത്തുൻ ഇൻദ യഹൂദിയൻ. ജൂതന്റെ അടുക്കൽ കൊണ്ടുപോയി പടക്കുപ്പായം, യുദ്ധം ചെയ്യുമ്പോൾ ധരിക്കാനുള്ള പടക്കുപ്പായം പണയപ്പെടുത്തി 30 സ്വാഴ് ഗോതമ്പ് വാങ്ങി. അതിൽ നിന്ന് റൊട്ടി ചുട്ട് ാണ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് യാത്ര പറയുന്നത്. മാതറക റസൂലുള്ളാഹി ഇന്ദ മൗതിഹി ദീനാറൻ വലാ ദിർഹമൻ വലാ അബ്ദൻ വലാ മതൻ വലാ ശൈഅൻ ഇല്ലാ ബഗ്ലതഹുൽ ബൈളാഹു അല്ലതി കാന യർകബുഹാ വസിലാഹു വഅർളൻ ജഅലഹാ ലിബ്നി സബീലി സദഖ. അല്ല, ഒന്നുമില്ല. വഫാത്താകുമ്പോ 3 സാധന ബാക്കിയുള്ള: ഒരു യുദ്ധായുധം, ഒരു കോവർ കഴുത, 3 യാത്രക്കാർക്ക് വിശ്രമ കേന്ദ്രം പണിയാനുള്ള അല്പം സ്ഥലം, വേറൊന്നുമില്ല. ഈ മുത്ത് റസൂലുള്ളാഹിയാണ് അല്ലാഹ്ക്ക് ഏറ്റവും ഇഷ്ടം. നമുക്കാർക്കെങ്കിലും വിശപ്പോണ്ട് മടങ്ങിപ്പോകുന്ന അവസ്ഥ വന്നിരുന്നോ? അതാ പള്ളയിലൊന്നും ഇല്ലാഞ്ഞിട്ട് തടി മടങ്ങിപ്പോവുക ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. ഖന്തക്കിന്റെ കിടങ്ങ് കീറുമ്പോ വിശപ്പിന്റെ കടുപ്പം കൊണ്ട് നടുമടങ്ങിപ്പോയപ്പോ ഒരു കല്ലെടുത്തൊരു പാറക്കഷ്ണം എടുത്ത് വയറ്റിൽ കെട്ടി നോക്കി. അപ്പോഴും പിന്നെയും മടങ്ങിപ്പോയി. പിന്നെ ഒരു 2 കല്ല്, ഒരു കല്ലല്ല 2 കല്ല് വെച്ച് തോർത്തുമുണ്ട് പോലെയുള്ള ഒരു തുണി കൊണ്ട് വെറും ഈ വയറ് ഈ നട്ടല് മാത്രം ഉണ്ടായ നേരെ കാണാകൂല. പള്ളയിൽ ഭക്ഷണം കൂടി വേണം. അല്ല, ഇതുവരെ നമുക്ക് ഇതുവരെ അങ്ങനത്തെ പഴയ കാലത്ത് ഒരു 40 കൊല്ലം മുമ്പ് നമ്മുടെ അബ്ദുറഹ്മാൻ വയസ്സിന്റെ ഉപ്പുണ്ട്, ഇവിടെ വയസ്സുള്ള ആൾക്കാരുണ്ട്. പഴയ തലമുറയില് തിന്നാനും കുടിക്കാനും ഇല്ലാഞ്ഞിട്ട് പട്ടിണി കിടന്നിട്ട് നടുമടങ്ങിപ്പോയ നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു. കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കൈവക്കിയ അതൊരു പേടി ഇല്ലേ? അവിടെ പൊക്കിപ്പൊടി ഇന്നത്തെ പുതിയ കുട്ടികൾ കാണട്ടെ. ഇന്നിപ്പോ ഒരു 40 കൊല്ലത്തിന് ഇപ്പുറം അങ്ങനത്തെ ആരെങ്കിലും കണ്ടിരുന്നു? നിങ്ങൾ ഇപ്പൊ കണ്ടിരുന്നോ? ഇന്നിപ്പോ ഏതെങ്കിലും ചെറുപ്പക്കാരോട് നിങ്ങൾ സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കി നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ അത് കാണാത്ത കുറെ കൊല്ലായി ഉസ്താദേ. വയറിങ് വീർച്ചിട്ടെ ഇങ്ങോട്ട് പോയി. ജുമാഅത്ത് പള്ളിയുടെ കുപ്പ കഴിഞ്ഞാൽ പിന്നെ അടുത്ത കുപ്പ ആരെന്നറിയോ? അന്തമായിന്റെ കുപ്പ. മനസ്സിലായില്ല? അത് പറയുമ്പോ അങ്ങോട്ടേക്ക് റോഡുമിലേക്ക് നോക്കല്ലേ കുട്ടികളെ. വയറ് വീർച്ചിട്ടെ ഇന്നെല്ലാരും ഇങ്ങനെയാണ്. പഴയ കാലത്ത് ഒരുപാട് ആളിങ്ങനെ. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്ന് കരഞ്ഞിട്ട് ഓർക്കണം. ഖന്തക്കിന്റെ കിടങ്ങ് കീറുമ്പോ, ഖന്തക്കിന്റെ കുഴി കീറുമ്പോ പള്ളയിൽ വിശപ്പിന്റെ കടുപ്പം കൊണ്ട് ഒരു കല്ല് കെട്ടിയപ്പോൾ നേരെ നിൽക്കാൻ കഴിഞ്ഞില്ല. 2 കല്ല് കെട്ടിയിട്ട് നേരെ നിന്നു. ഇതിങ്ങനെ ഓർക്കണം, ഇതിങ്ങനെ ഓർക്കണം. വെള്ളിയാഴ്ച രാത്രിയാണ്. ചൊല്ല് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. അതന്നെ ഓർത്തെ. വിശപ്പിന്റെ കടുപ്പം കൊണ്ട് നടുമടങ്ങിപ്പോയിട്ട് 2 കല്ല് കെട്ടിയിട്ട് നേരെ നിന്നത് ഓർത്തെ. ചൊല്ല് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. ഒരുപാട് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളെ പരീക്ഷിക്കും. എന്റെ വിഷയതല്ല, നമ്മളെ അള്ളാഹ്ക്ക് വല്ലാത്ത ഇഷ്ടമാണ്. ആ ഇഷ്ടം കൊണ്ട് ഇതുവരെ ഒരു ബുദ്ധിമുട്ട് റബ്ബ് തന്നില്ല. കൊറോണ വന്നു, നമ്മളാരും മരിച്ചു പോയില്ല. ഇത്ര ഇഷ്ടമുള്ള അള്ളാഹുവിലേക്ക് ഒന്ന് ഇഷ്ടം കൊടുത്ത എല്ലാരും ഏറെ പിരിശം കൊടുത്തേ അള്ളാഹിനോട് ഈ സമയത്ത് തന്നെ. ഈ പിരിശത്തോടെ ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലിയേ. അള്ളാഹിനോട് വല്ലാത്തൊരു പിരിശം വെച്ചിട്ട് ചൊല്ല് സുബ്ഹാനല്ലാഹ്. അള്ളാഹിനോട് ഒരു പിരിശം കൂടിയിട്ട് വെറുതെ ഇങ്ങനെ ഉണങ്ങിയ മനസ്സോടെയല്ല,
ഓളെ തീരെ കണ്ടുകൂടാ, ഓളടുത്ത് പോയിട്ടിരുന്നു, വർത്തമാനം പറയൂല. തീരെ ഭാര്യയെ കണ്ടുകൂടെങ്കിൽ അടുത്തിരുന്ന ഓളെ മുഖത്ത് നോക്കൂല, എന്തെല്ലോ കളിക്കുക ചെയ്യാ അല്ലേ? വല്ലാത്ത പിരിച്ചാണെങ്കിലോ, ഞാൻ നീ എന്റേതല്ലേ, ഞാൻ നിന്റേതല്ലേ അല്ലേ? അങ്ങനെയല്ലേ ഉണ്ടാകുക? പാടണ്ട, ഉള്ളുകൊണ്ട് ഇങ്ങനെ പാടും അല്ലേ? പാടണ്ട, ഉള്ളുകൊണ്ട് പാടൂലേ? മിഴീണ ഞാൻ തുറന്നപ്പോൾ കനവുകളിൽ നീ മാത്രം അല്ലേ? ഉള്ളി തേച്ചോളം ഉണ്ടാകുക. അള്ളാഹിനോട് ഒരു പിരിശം കൂടിയിട്ടൊരു സുബ്ഹാനല്ലാഹ് ചൊല്ല്. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. ഒരു ചെലവില്ല. ഈ മഹബത്തില്ലേ, ഈ മഹബത്തുള്ള ആളോട് നാളെ അള്ളാഹ് പറയും, അയ്നൽ മുതഹബ്ബൂന ബിജലാലി. നാളെ മഹ്ശറേന്ന് എന്റെ ജലാലിയത്തിൽ എന്നെ സ്നേഹിച്ചവനാരാ, ഇവിടെയാണ്. അവരെ വിളിച്ചു കൂട്ടും, രക്ഷപ്പെടുത്തു അല്ലാഹു തആല. നന്മയും തിന്മയും തൂക്കുമ്പോ ഈ മഹബത്തുള്ളവരെ തുലാസിന്റെ ഉള്ളിലും ഈ വേദ കെട്ടി ഇന്ന് മുതൽ ഇങ്ങനെ അല്ലാ എനിക്ക് നിന്നോട് ഇഷ്ടമാണ് അല്ലാ എന്ന് പറഞ്ഞേ. അല്ലാ പറ, വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. പടച്ചവനെ ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് നിന്നോട് ഇഷ്ടമാണ്. പറ, അല്ലാഹുവേ എനിക്ക് നിന്നോട് ഇഷ്ടമാണ്, എനിക്ക് നിന്നോട് ഇഷ്ടമാണ്. ഇതിങ്ങനെ പറഞ്ഞോണ്ടും ജീവിച്ചു. ഉറപ്പാ നാളെ നന്മയും തിന്മയും തൂക്കുന്ന നേരത്ത് നന്മയുടെ തിലാസിൽ ഇങ്ങനെ വന്ന് നിറയും നിന്റെ ഉള്ളിലുള്ള മഹബത്ത്. അതേപോലെ തന്നെ അള്ളാഹിനോട് മഹബത്ത് പോലെ ഖൽബിലുണ്ടാകണം. മുഹമ്മദുർ റസൂലുള്ളാഹി. പറ, തങ്ങളോട് വല്ലാത്ത കണ്ടിട്ടില്ല നമ്മൾ റസൂലുള്ളാഹിനെ, എന്നാലും ആ തിളങ്ങുന്ന പല്ലുകളോട്, അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലൈഹി പറയും, ആ തിളങ്ങുന്ന പല്ലുകളോട്, ആ സുറുമയിട്ട കണ്ണുകളോട്, ആ ചുവന്ന ചുണ്ടുകളോട്, ആ കറുകറുത്ത പുരികങ്ങളോട്, തിളങ്ങുന്ന നെറ്റിത്തടത്തോട്, നോക്കി നിന്നു പോകുന്ന അത്രമേൽ ഭംഗിയുള്ള കവിൾത്തടത്തോട്, ആര് കണ്ടാലും നോക്കി നിന്നു പോകുന്ന കറുകറുത്ത താടി രോമങ്ങളോട്, ആ കറുകറുത്ത താടി രോമങ്ങളിലെ അല്പം വെള്ളി രോമങ്ങളോട്, കിരീടം തോറ്റുപോകുന്ന തലപ്പാവോട്, സൂര്യൻ ഇങ്ങനെ ചുറ്റും പോലെ തോന്നുന്ന മുഖത്തോട്, കസ്തൂരി തോറ്റുപോകുന്ന വിയർപ്പ് കണങ്ങളോട്, സുബ്ഹാനല്ലാഹ് സംസാരിക്കാൻ തുടങ്ങിയാൽ പല്ലുകൾക്കിടയിലൂടെ പ്രകാശം പൊഴിയുന്ന, കണ്ടാൽ നോക്കി നിന്നു പോകുന്ന ചന്തത്തോട്, ചാരുതയോട്, ചേലോട്, അഴകോട്, ഭംഗിയോട്, അല്ലാഹ് അഹ്സനു മിൻക വഅഹ്സനു മിൻക ലം തറഖത്തു ഐനി. നബിയേ, അങ്ങയേക്കാൾ ഭംഗിയുള്ള ഒരാളെ എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാനല്ല പറയുന്നേ, സയ്യിദുനാ ഹസ്സാൻ ഇബ്നു സാബിത്ത് പറ, അത്ര ഭംഗിയാണെന്നാണ്. നമ്മൾ ഇത് കേട്ടാൽ ഇപ്പൊ റസൂലുള്ളാഹ് കൽപ്പിക്കേറിയല്ലേ, ഇവിടുന്ന് ഒരൊറ്റ ഓട്ടോടും. മേക്കാലത്തേക്കല്ല, അങ്ങ് തിരുവനന്തപുരത്തേക്ക് ഒരൊറ്റ ഓട്ടോടും മദീനയിലേക്ക്. റസൂലുള്ളാഹിന്റെ ഭംഗി എങ്ങാനും കണ്ടവര് പിന്നെ കണ്ണ് ചിമ്മാറില്ല, കാണാൻ തുടങ്ങിയാൽ പിന്നെ ഉറങ്ങൂല്ല. ഇപ്പൊ എന്റെ വേലങ്ങനെ കേൾക്കുമ്പോ ഉറക്കം വരുന്നില്ലേ? റസൂലുള്ളാഹിന്റെ ഭംഗി കാണാൻ തുടങ്ങിയാൽ പിന്നെ കണ്ണ് ചിമ്മൂല്ല, തല ഉയർത്തിയിട്ട് നോക്കാൻ തുടങ്ങിയാൽ പിന്നെ തല താഴ്ത്തൂല്ല. കണ്ടിട്ടൊരാൾക്കും റസൂലുള്ളാഹിനെ മതിയാകൂല. ഹൃദയത്തിലുണ്ടാകണം ആ മുത്ത് റസൂലുള്ളാഹിയോട്. ഒന്ന് കൊണ്ടുപോയിട്ട് വെച്ചേ, നമ്മുടെ കൽബിനെ കൊണ്ടുപോയിട്ടൊന്ന് റസൂലുള്ളാഹിന്റെ ഹദറത്തിൽ വെക്ക്. അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങിയാൽ നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ ഒരിക്കലും എനിക്ക് കഴിയില്ല എന്ന് പറയൂല. ചോദിച്ചു പോകുന്നവരെ വിരട്ടി ഓടിക്കൂല. അങ്ങോട്ട് ചിരിച്ചാൽ ഇങ്ങോട്ട് ചിരിക്കാതിരിക്കൂല. അങ്ങോട്ട് സലാം പറഞ്ഞാൽ മടക്കാതിരിക്കൂല. ഞാൻ ചിന്തിക്കണം, എന്റെ ഉമ്മയെക്കാൾ എന്നോട് ഇഷ്ടം, എന്റെ പാപ്പയേക്കാൾ എന്നോട് ഇഷ്ടം, എന്റെ ഭാര്യയെക്കാൾ എന്നോട് ഇഷ്ടം. മനോഹരമായ ഗ്രാമച്ചവടിയിലെ സഹോദരിമാരെ, നിങ്ങളുടെ ഭർത്താക്കളെക്കാൾ നിങ്ങളോട് ഇഷ്ടം നിങ്ങളുടെ മുഹമ്മദ് മുസ്തഫ. ഇങ്ങോ അതല്ല, നമുക്ക് വേണ്ടിയിട്ട് ഈ ലോകത്തെ ഏറ്റവും കഷ്ടപ്പെട്ടതാരാണ്? ഇടയ്ക്കിടെ ഒന്ന് എന്റെ കൂടെ നിങ്ങൾ പറഞ്ഞേ, എനിക്ക് വേണ്ടി പറ, എനിക്ക് വേണ്ടി പറ, എനിക്ക് വേണ്ടി ഈ ലോകത്തെ ഏറ്റവും കഷ്ടപ്പെട്ടതാരാണ്?
ആരാണ്? ഉമ്മയല്ല, പറ ഉമ്മയല്ല, എൻ്റെ കൂടെ പറയ്, ബാപ്പയല്ല, ഭാര്യയല്ല, പറഞ്ഞോ, ഭർത്താവല്ല, മക്കളല്ല. എനിക്ക് വേണ്ടി ഈ ലോകത്തെ ഏറ്റവും കഷ്ടപ്പെട്ടത് പറയ്, എന്റെ മുഹമ്മദ് മുസ്തഫ. ഒന്ന് എന്നോട് മുഴുവൻ പറഞ്ഞേ, എനിക്ക് വേണ്ടി ഈ ലോകത്തെ ഏറ്റവും കഷ്ടപ്പെട്ടത് എന്റെ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നുകൂടി പറയ്, എനിക്ക് വേണ്ടി ഈ ലോകത്ത് ഏറ്റവും കഷ്ടപ്പെട്ടത് എന്റെ മുഹമ്മദ് മുസ്തഫ. ബദറിന്റെ, ഉഹദിന്റെ, ഖന്തഖിന്റെ, ഖൈബറിന്റെ, ഹുനൈനിന്റെ രണാങ്കണങ്ങളിൽ വാളെടുത്ത് ചെന്ന് നമുക്ക് വേണ്ടി യുദ്ധത്തിന് നേതൃത്വം കൊടുത്തില്ലേ? നട്ടപ്പാതിരാ നേരം സ്വന്തം ജനിച്ച നാട്ടിൽ നിന്ന് നമുക്ക് വേണ്ടി ഹിജറ പോയില്ലേ? നമുക്ക് വേണ്ടി ഒട്ടേറെ പട്ടിണി കിടന്നില്ലേ? നമുക്ക് വേണ്ടി എത്രയോ പ്രയാസങ്ങൾ സഹിച്ചില്ലേ? നബിയേ പറ, നബിയേ ഉറക്കെ പറ, നബിയേ ഉറക്കെ പറയ്, നബിയേ അങ്ങേ പോലെ എനിക്ക് വേണ്ടി ഈ ലോകത്തൊരാളും കഷ്ടപ്പെട്ടിട്ടില്ല നബിയേ. ചൊല്ല്, അസ്സലാത്തു പറ, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. പറ, അസ്സലാത്തു വസ്സലാമു അലൈക യാ നബിയല്ലാഹ്. ചൊല്ല്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഖലീലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ നൂറല്ലാഹ്. പറഞ്ഞു വന്ന വിഷയം ഇതാണ്. ഒന്ന്, ഉള്ളിൽ അള്ളാഹിനോടും അള്ളാന്റെ ചിഹ്നങ്ങളോടും ബഹുമാനമുണ്ടാകണം. അള്ളാന്റെ ചിഹ്നം എന്ന് പറഞ്ഞാല് അള്ള ബഹുമാനിച്ച പള്ളികളോട്, അള്ള ബഹുമാനിച്ച മദ്രസയോട്, അള്ള ബഹുമാനിച്ച ഇൽമിന്റെ മജ്ലിസിനോട്, അള്ള ബഹുമാനിച്ച ഇൽമിന്റെ അഹ്ലുകാരോട്, അള്ള ബഹുമാനിച്ച സ്വാലിഹീങ്ങളോട്, അള്ള ബഹുമാനിച്ച അമ്പിയാക്കളോട് കൽബിൽ ബഹുമാനമുണ്ടാകണം. അതിന് ഇംഗ്ലീഷിൽ പറയും റെസ്പെക്ട് എന്ന്, മലയാളത്തിൽ പറയും ബഹുമാനമെന്ന്, അറബിയിൽ പറയും തഅ്ളീം എന്ന്. ഇത് അധ്വാനമില്ലാത്തൊരു പണിയാണ്. ഇതുകൊണ്ട് നമ്മുടെ നന്മയുടെ തുലാസ് തൂങ്ങും. ഇൻഷാ അല്ലാഹ് നാം രക്ഷപ്പെടും. അതേപോലെ നമ്മുടെ കൽബിലുണ്ടാകണം എല്ലാ അള്ളാഹുവോടും അള്ളാഹുവിന്റെ അള്ള പൊരുത്തപ്പെട്ട എല്ലാരോടും മഹബത്ത്. മഹബത്തിന് മലയാളത്തിൽ സ്നേഹം എന്ന് പറയും, ഇംഗ്ലീഷിൽ ലവ് എന്ന് പറയും. കേൾക്കണേ, ഇതിനും ചെലവില്ലല്ലോ. നമ്മുടെ കൽബ് അള്ളാന്റെ അടുത്ത് സ്നേഹത്തോടെ കൊണ്ടുപോയിട്ട് വെക്കണം. എന്നിട്ട് ഇടയ്ക്കിടെ പറയണം, പറ എന്റെ അല്ലാഹ്, പറ എന്റെ നസീറ, എന്റെ റംലാൻ എന്നും പറയുന്നില്ലേ, പറ എന്റെ അല്ലാഹ്, പറ എന്റെ അല്ലാഹ്. എന്റെ കണ്ണുകൾ ഇങ്ങനെ കാണുന്നത് നിന്നെ കൊണ്ടാണ്. പറഞ്ഞ എന്റെ കണ്ണുകൾ പ്രകാശിക്കുന്നത് നിന്നെ കൊണ്ടാണല്ലാ. പറ എന്റെ കണ്ണുകൾ കാണും, ഉറക്കെ പറയ്, എന്റെ കണ്ണുകൾ കാണുന്നത് നിന്നെ കൊണ്ടാണല്ലാ. എന്റെ ചെവി കേൾക്കുന്നത് ഉറക്കെ പറയ്, എന്റെ ചെവി കേൾക്കുന്നത് നിന്നെ കൊണ്ടാണല്ലാ. എന്റെ കാലുകൊണ്ട് എനിക്ക് നടക്കാൻ കഴിയുന്നത് നിന്നെ കൊണ്ടാണല്ലാ. ഈ നേരം വരെ തിന്നതും കുടിച്ചതും നീ പറ, ഇതുവരെ തിന്നതും കുടിച്ചതും നിന്റെ സഹായം കൊണ്ടാണല്ലാ. നീ ഇല്ലെങ്കിൽ ഞാനില്ല അല്ലാ. പറ, നീ ഇല്ലെങ്കിൽ ഞാനില്ല അല്ലാ. ഇനി എന്റെ പിരിശം മുഴുവനും പറ, ഇനി എന്റെ പിരിശം മുഴുവനും നിന്നോടാണല്ലാ. അള്ളാനെ പിരിശം വെച്ചിട്ട് ഒരു 66 യാളെ ചൊല്ലിയ യാ അല്ലാ, യാ അല്ലാ, യാ അല്ലാ. സ്നേഹം ഉണ്ടാകണേ. ഇവരെ അപ്പുറത്ത് ചൊല്ലുന്നുണ്ട് അല്ലാ അല്ലാ, അങ്ങനെയല്ല. എപ്പോഴാ കണ്ടെയ്നർ ബോക്സ് കിട്ടുക? അല്ലാ അല്ലാ കൊണ്ടാ പിരിശത്തോടെ ചൊല്ല്, യാ അല്ലാ, യാ അല്ലാ, യാ അല്ലാ, അല്ലാ 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 അല്ലാ. ഉള്ളിൽ സ്നേഹം കൂട്ട്, മഹബത്ത് കൂട്ട്. അല്ലാ 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 അല്ലാ
അല്ലാഹ് 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 അല്ലാഹ്. എപ്പോഴെങ്കിലും അല്ലാന്ന് ചൊല്ലാൻ തോന്നിയ 66 പൂർത്തിയാക്കണം. പിന്നെ 66 ചൊല്ലാം. ഉള്ളിൽ സ്നേഹം വന്നങ്ങ് നിറഞ്ഞാലില്ലേ ശംസുൽ ഉലമയുടെ ഖൽബ് പോലെയാകും. മഹാനായ ശംസുൽ ഉലമ അല്ലാഹ് എന്ന് പറയൂല, സ്നേഹം അങ്ങ് മൊത്തിട്ട് പറയുക ഹഖ് തആല എന്നാണ്. ഹഖ് തആല എന്നാണ് സ്നേഹമൊത്ത്, അങ്ങനെയാണ്. അപ്പൊ അല്ലാഹുവിനോട് മഹബത്ത്. രണ്ട് മുസ്തഫായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വല്ലാത്ത പിരിശപ്പാട് അങ്ങ് മോത്തിട്ട് പിരിശത്തിൽ ചൊല്ലണം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന. പിരിശത്തിൽ ചൊല്ലിയ മുത്ത് റസൂലുള്ളാഹിനോട് വല്ലാത്ത, ഇങ്ങോട്ട് ഇത്ര സ്നേഹിച്ച മുത്ത് റസൂലുള്ളാഹിനോട് അങ്ങോട്ട് പിരിശം കാണിച്ചിട്ട് ചൊല്ല് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. ഒരു 3 സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ. പിരിശത്തിൽ കുറെ യാ റസൂലുള്ളാഹി എന്ന് ചൊല്ലിയൊക്കെ യാ റസൂൽ. നല്ല ഉള്ളിൽ മഹബത്ത് കൂട്ടിയെടുക്ക്. നോക്കണം, ഇങ്ങോട്ട് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടതോർക്ക്, പട്ടിണി കിടന്നതോർക്ക്, കഴുത്തിൽ ചീഞ്ഞളിഞ്ഞ കുടൽമാല നമുക്ക് വേണ്ടി നിസ്കരിക്കുമ്പോ പേറിയതോർക്ക്, നട്ടപ്പാതിരാ നേരത്ത് ഹിജറ പോയതോർക്ക്, എന്നിട്ട് വെച്ചല്ലേ യാ റസൂലല്ലാഹ്. ഉറക്കെ യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്. ഈ 2 മഹബത്ത് അല്ലാഹുവിനോടും മുത്ത് റസൂലുള്ളാഹിനോടും. പിന്നെ താഴോട്ട് എല്ലാരോടും ഈ അല്ലാഹ്ക്ക് വേണ്ടിയിട്ടുള്ള മഹബത്ത്. ഇതാണ് ദീന്. എല്ലാരോടും സ്വന്തം ഓളെ സ്നേഹിക്കുന്നത് വരെ ആർക്ക് വേണ്ടി? അല്ലാഹ്ക്ക് വേണ്ടി. മക്കളെ സ്നേഹിക്കുന്നത് അല്ലാഹ്ക്ക് വേണ്ടി. ഭർത്താവിനെ സ്നേഹിക്കുന്നത് അല്ലാഹ്ക്ക് വേണ്ടി. കെട്ടിക്കൊണ്ടുവന്ന മോന്റെ ഓളോട് ആടെ ഏറ്റവും വലിയ കുഴപ്പം അല്ലേ? കെട്ടിക്കൊണ്ടുവന്ന മോന്റെ ഓളോട്, അമ്മച്ചൻ ബേക്കി തന്നെ ഉണ്ട്. കെട്ടിക്കൊണ്ടുവന്ന മോന്റെ ഓളോട് അല്ലാഹ്ക്ക് വേണ്ടിയിട്ട് പിരിച്ചപ്പെടുക. ഓക്കും ഉണ്ടാവും ഒരു കുഴപ്പമൊക്കെ, സ്നേഹിച്ചോളണം. കെട്ടിക്കൊണ്ടുവന്ന മോന്റെ ഓളോട്, അമ്മായിക്ക്, അമ്മോച്ചന്, പിന്നെ ഏറ്റവും വലിയ ഇടങ്ങേറ് നാത്തൂന്. ഒച്ചയല്ല, മച്ചുഞ്ചിയല്ല. നാത്തു എന്ന് പറഞ്ഞാല് ഓന്റെ പെങ്ങള്. ഓന്റെ പെങ്ങള് ഇടക്കിടക്ക് അങ്ങ് നീങ്ങി വരിക, ഇവിടെ ഇഞ്ചക്ഷൻ വെക്കാൻ വേണ്ടിട്ട്. പെങ്ങൾ അങ്ങ് നീങ്ങി വരിക, ഉമ്മ എടുത്ത് ഫോൺ വിളിക്കുക. എന്നിട്ട് ഉമ്മയും മോളും കൂടി 2ഉം കൂടി ഇഞ്ചക്ഷൻ വെക്കുക. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. കെട്ടിക്കൊണ്ടുവന്നാണ് മക്കളുടെ ഭാര്യമാരോട് പിരിച്ചം കൂടണം. അല്ലാഹ്ക്ക് വേണ്ടി ഹിന്ദുക്കളോട്, നാട്ടിലുള്ള ഹിന്ദുക്കളോട് അല്ലാഹ്ക്ക് വേണ്ടിയിട്ടൊരു പിരിശം അങ്ങനെയുണ്ട്. പിന്നുണ്ട് അല്ലാഹ്ക്ക് പൊരുത്തല്ലാതെ ചെയ്യുന്ന കുറെ ആളുണ്ട് നമ്മുടെ ഇടയിൽ അല്ലെ. ഫിസ്ഖ്, ബിദ്അത്ത്, ഫുജൂർ അല്ലെ, പുത്തനാശയക്കാര്, അതേപോലെ തമ്മാടികള്. ആദ്യം ഉപദേശിച്ചു നോക്കുക. എന്നിട്ടൊന്നും നേരെ വരുന്നില്ലെങ്കിൽ പിന്നെ അവരോട് കൽബ് കൊണ്ടൊരകൽച്ച അല്ലെ, കൽബ് കൊണ്ടൊരകൽച്ച കേൾക്കണേ. നമ്മളുടെ സ്നേഹം മുഴുവനും അല്ലാഹ്. അപ്പൊ ശുദ്ധിയൊക്കെ പുറത്തങ്ങൾ ഇതല്ലേ മജ്‌ലിസുന്നൂർ ചൊല്ലാനിരിക്കുമ്പോൾ ഇതപ്പോ തീർന്നിട്ട് വേണം ആ പോത്തിറച്ചിയും നെയ്ച്ചോറും കിട്ടണമെങ്കിൽ, തീരണ്ടേ. അപ്പൊ ചില ആൾക്കാർ നിൽക്കുക, പിന്നെ നിൽക്കുക. ഇത് ചൊല്ലാൻ കഴിയുന്നില്ലേ? ഉള്ളിൽ ഈ 313 പേരോട് അല്ലാഹ്ക്ക് വേണ്ടിയിട്ടൊരു പിരിശം, സ്നേഹം, ഉള്ളിലൊന്ന് മഹബത്ത് നിറച്ചിട്ട് അള്ളാഹിനോടുള്ള, അള്ളാഹു പൊരുത്തപ്പെട്ട ആളല്ലേ ആര്? ഈ മഹാന്മാര്. അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ഇവരോട് മഹബത്ത്. അബൂബക്കറിൻ ഒന്നിനോടെ ആ പിരിശത്തോടെ ചൊല്ലിയ അബൂബക്കറിൻ ഉമറു ഉസ്മാനു തുമ്മ ഹൈദറു നസ്ലുല്ലി ഔഫിൻ ആമിറു. ഓരോ പേരും ഇങ്ങനെ മുത്തിയിട്ട് ചില്ലറക്കാരല്ലല്ലോ അവരാരും, ചില്ലറക്കാരല്ലല്ലോ.
നാളെ മഹ്ശറേന്ന് ആഗ്രഹിക്കണം. ആ മുത്തറസൂലിനെ കണ്ടിട്ട് എല്ലാരെയും കെട്ടിപ്പിടിച്ചിട്ട് സിദ്ദീഖുൽ അക്ബർ തങ്ങളെ കാലിന്റെ അടിയിൽ കൈയിട്ടിട്ട് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു ആ മഹാന്മാരെ ബേക്കിൽ നിന്നിട്ട് സിദ്ദീഖ് തങ്ങളെ ഒന്ന് കാലിന്റെ അടി തരുവോ, ഒന്ന് മുത്താൻ വേണ്ടിയിട്ട്, ഒന്ന് മുത്താൻ. അവിടെയല്ലേ തൗറ് ഗുഹയിൽ വെച്ച് പാമ്പ് കൊത്തിയത്? ആ വേദനയിലല്ലേ മുത്ത് റസൂലുള്ളാഹിയെ നോക്കിയിട്ട് കണ്ണിന്ന് വെള്ളം വന്നത്? സിദ്ദീഖ് തങ്ങളെ നാളെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരണേ അല്ലേ അല്ലാ. ഞങ്ങളെ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ മുഹിബ്ബാക്കണേ അല്ലാ. ഒന്നും പറഞ്ഞോട്ടെ. അങ്ങനെ വന്നിട്ട് രണ്ട് പുന്നാര കുട്ടികളില്ലേ, അറ്റലായ റസൂലിന്റെ അരുമക്കീടാങ്ങളാണവർ. അല്ല, ആറ്റലായ റസൂലിന്റെ പെരക്കീടാങ്ങളാണവർ. ആരാലും വാഴ്ത്തും സോദരർ ആരംഭത്തേൻ ഹസൻ ഹുസൈൻ. അല്ലേ അല്ലേ കാണണ്ടേ? ഇപ്പോഴേ കൽബില് അങ്ങനെ എണ്ണിക്ക് ഓരോ ആളെ ഉമറുള്ളാഹിനെ കാണണ്ടേ? ആഗ്രഹല്ലേ? റസൂലുള്ളാഹിന്റെ 2 പെൺകുട്ടികളെ കെട്ടാൻ ഭാഗ്യം കിട്ടിയ ഒരു സ്വഹാബിയില്ലേ? ലികുല്ലി നബിയ്യിൻ റഫീഖും ഫിൽ ജന്ന റഫീഖി ഉസ്മാൻ അമീറുൽ മുഅ്മിനീന ഉമർ ഇബ്നു അഫ്ഫാൻ. അല്ലേ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഫാത്തിമ ബീവിയുടെ ഭർത്താവ് ലി ഖംസത്തുൻ ഉത്ഫി ബിഹാ ഹവൽ വബാഇൽ ഹാത്തിമാ അൽ മുസ്തഫ വൽ മുർതദ വബ്നഹുമാ വൽ ഫാത്തിമാ ലാ ഇലാഹ ഇല്ലല്ലാഹു ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു. അപ്പൊ അള്ളാനെ റസൂലുള്ളാഹിനെ സ്നേഹിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് എല്ലാ മഹാന്മാരെ ഔദുല്ലാലമിനോട് സ്നേഹം എന്തിട്ടാ? ലില്ലാഹി. അള്ളാനെ മാറ്റി വെച്ചിട്ട് ഔദുല്ല. ഖുതുബിയത്ത് ഇങ്ങനെ ചൊല്ലുമ്പോ യാ ഗൗസ് യാ മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ചൊല്ലിക്കൊടുക്കുമ്പോ നമ്മളെന്താ ചൊല്ലല്? ഇലാഹി അന്ത മഖ്സൂദി. എന്നതിന്റെ അർത്ഥം അല്ലാഹുവേ നീയാണ് എന്റെ ലക്ഷ്യം. അർത്ഥം പറ, മലയാളം പറ. നീയാണ് എന്റെ ലക്ഷ്യം, നിന്റെ പൊരുത്തമാണ് എന്റെ തേട്ടം. അർത്ഥം പറ, നീയാണ് എന്റെ ലക്ഷ്യം. ഉറക്കെ പറ, നീയാണ് എന്റെ ലക്ഷ്യം, നിന്റെ പൊരുത്തമാണ് എന്റെ തേട്ടം. ചൊല്ല്, ഇലാഹി അന്ത മഖ്സൂദി വരിദാക മത്ലൂബി. അർത്ഥം പറ, നീയാണ് എന്റെ ലക്ഷ്യം അല്ലാ, നിന്റെ പൊരുത്തമാണ് എന്റെ തേട്ടം. എന്തിനാ ഔദുല്ലാലമിനെ സ്നേഹിക്കുന്നേ? അള്ളാന്റെ പൊരുത്തം. അള്ളാനെ മാറ്റി വെച്ചിട്ട് ഔദുല്ലാലമില്ല. ബദരിയത്ത് മജ്ലിസുന്നൂർ ഇങ്ങനെ ചൊല്ലുമ്പോ ഒരു പേജ് പൂർത്തിയാകുമ്പോ അല്ലെ അടുത്ത പേജിലേക്ക് പ്രവേശിക്കുമ്പോ ഇലാഹി അന്ത മഖ്സൂദി. അതിന്റെ ചിലപ്പോ ചില സ്ഥലത്തൊക്കെ ഇതിനിടെ ചൊല്ലൂലേ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. എന്താ അർത്ഥം? ഞങ്ങൾക്കല്ല മതിയായവനാണ്. അർത്ഥം പറ, അല്ലാഹു ഞങ്ങൾക്ക് മതിയായവനാണ്, അവനെല്ലാം ഏൽപ്പിക്കാൻ തരപ്പെട്ടവനാണ്. അർത്ഥം പറ, അല്ല ഞങ്ങൾക്ക് മതിയായവനാണ്. അർത്ഥം പറയൂ, ഉറക്കെ പറ, അല്ല ഞങ്ങൾക്ക് മതിയായവനാണ്, അവനെല്ലാം ഏൽപ്പിക്കാൻ തരപ്പെട്ടവനാണ്. പോരാ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. അല്ല നല്ല സംരക്ഷകനാണ്, അല്ല നല്ല സഹായിയാണ്. അർത്ഥം പറ, അല്ല നല്ല സംരക്ഷകനാണ്, അല്ല നല്ല സഹായിയാണ്. ചൊല്ല്, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ. അള്ളാനെ മാറ്റി വെച്ചിട്ടില്ലേ? ഒന്നുമില്ല. മഹാന്മാരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലെ സയ്യിദ് അബ്ദുറഹ്മാൻ വരക്കൽ മുല്ലക്കത്തോയ തങ്ങളോട് സ്നേഹമാണ്, ബഹുമാനമാണ്. ആർക്ക് വേണ്ടി? ലില്ലാഹ് വലി റസൂലില്ലാഹ്. അല്ലാഹുക്കും റസൂലുള്ളാഹിക്കും വേണ്ടി വരക്കൽ തങ്ങളോട് സ്നേഹമാണ്. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരോട് സ്നേഹമാണ്. പോരാ, പറവണ്ണയോട്, പതിയോട്, ശംസുൽ ഉലമയോട്, കണ്ണിയത്ത് ഉസ്താദോട്, സയ്യിദ് ഉമർ അലി
ശിഹാബ് തങ്ങളോട്, ഇന്നത്തെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലെ സയ്യിദുൽ ഉലമയോട്, ശൈഖുൽ ജാമിയയോട്, കോയോട് ഉസ്താദോട്, കഴിഞ്ഞ കാലങ്ങളിൽ ജീവിച്ച എല്ലാ സ്വാലിഹീങ്ങളോടും സമസ്തയുടെ മെമ്പർമാരോട് മാത്രമല്ല, ഗ്രാമച്ചവടിയിൽ ജീവിച്ച, നിസ്കരിച്ചും നോമ്പ് നോറ്റും ഖുർആനോദിയും ജീവിച്ച എത്രയോ ആണുങ്ങളില്ലേ, പെണ്ണുങ്ങളില്ലേ. ഒന്ന് തഅ്ളീമാണ്, രണ്ട് മഹബ്ബത്താണ്, ബഹുമാനമാണ്, സ്നേഹമാണ്. ലില്ലാ, അല്ലാഹുവിന് വേണ്ടി, വലിയ റസൂലുള്ളാഹിക്ക് വേണ്ടി ഏറ്റവും വലിയ സ്നേഹം അല്ലാഹുവിനോടും മുത്ത് റസൂലുള്ളാഹിനോടും, പിന്നെ 1.25 ലക്ഷം അംബിയാ മുർസലീങ്ങളോട്, അത് കഴിഞ്ഞാൽ പിന്നെ ഖുലഫാഉൽ അർബഅത്തോട്, പിന്നെ അസറത്തുൽ മുബശ്ശിരീങ്ങളിൽ ബാക്കിയുള്ള 6 പേരോട്, പിന്നെ ആരോട്? അസ്ഹാബുൽ ബദരീങ്ങളോട്, പിന്നെ മുത്ത് റസൂലുള്ളാഹിന്റെ അറിയില്ലേ ഭാര്യമാർ, മക്കൾ, കുടുംബം, സ്വഹാബത്ത്, താബിഈങ്ങൾ, താബിഈങ്ങൾ. ഇടയ്ക്കിടെ ചിന്തിക്കണം, നമുക്ക് വേണ്ടി ഖുർആനിൽ നിന്ന് ഹദീസിൽ നിന്ന് നിയമങ്ങളെ നിർദ്ധാരണം ചെയ്തൊരു മഹാന്റെ പേരാണ് നമ്മുടെ മദ്ഹബിന്റെ ഇമാമുന ശാഫിഈ. പേര് മുഴുവനും പറഞ്ഞ സയ്യിദുനാ മുഹമ്മദ് ഇദ്രീസുനു ശഫറ, സയ്യിദുനാ മുഹമ്മദ് ഇദ്രീസുനു ശാഫിഈ. പറ, സയ്യിദുനാ മുഹമ്മദ് ഇദ്രീസുനു ശാഫിഈ. നമ്മുടെ അഖീദയുടെ പേര് അശ്അരി അഖീദ എന്നാണ്. പറ, നമ്മുടെ അഖീദ, നമുക്ക് മദ്ഹബ് പറയാ ഷാഫിയാന്ന്, അശ്അരി തരീഖുണ്ട്. നമ്മുടെ അഖീദയുടെ പേര് അശ്അരി അഖീദ എന്നാണ്. മഹാനവറുകളുടെ ഫുൾ പേര്, ഫുൾ നെയിം അബുൽ ഹസൻ അലിയുൽ അശ്അരി എന്നാണ്. പറ, അബുൽ ഹസൻ അലിയുൽ അശ്അരി എന്നാണ്. സ്നേഹമുണ്ടാകണം, ബഹുമാനമുണ്ടാകണം. നമ്മുടെ മുമ്പിൽ ജീവിച്ച ഖുതുബുസ്സമാൻ മമ്പുറം തങ്ങളോട്, സയ്യിദ് മുഹമ്മദ് മദനി തങ്ങളോട്, പറഞ്ഞില്ലേ സുൽത്താനുൽ ഹിന്ദ് ഖാജാ മഈനുദ്ദീൻ ചിസ്തി തങ്ങളോട്, എല്ലാരോടും ഉള്ളിലുണ്ടാകണം മഹബ്ബത്തും സ്നേഹവും, മഹബ്ബത്തും തഅ്ളീമും. ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ടങ്ങ് കൽബിനില്ലേ, ഇതാ കൽബിനൊരു മംഗലം പോലെ അങ്ങാക്കി എടുത്താലില്ലേ, ഉള്ളിൽ അല്ലാഹുവിനോടും മുത്ത് റസൂലുള്ളാഹിനോടും മഹബ്ബത്ത് നിറഞ്ഞാലില്ലേ, നിസ്കരിച്ചിട്ട് മതിയാകൂല. നിങ്ങളെല്ലാവരും ഒന്ന് നേരെ ഒരു സ്വലാത്ത് ചൊല്ലിയേ, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, മതി, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് ആലോചിച്ചേ, അല്ലാഹുവിനോടും മുത്ത് റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്ത് നിറച്ച് വെച്ചിട്ടില്ലേ, അത് കൊടുക്കാൻ പോയി നോക്കിയേ. പൈസ കീശയിലിട്ടല്ല, ഒരു ചെലവില്ല. കൽബിൽ അള്ളാഹു റസൂലുള്ളാഹിനെ കൊണ്ടുപോയിട്ട്, കൽബ് കൊണ്ടുപോയിട്ട് അള്ളാഹിന്റെ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് കൊണ്ടുപോയിട്ട് വെച്ചിട്ട് ഒതു കൊടുക്കാൻ പോയി നോക്കിയേ. ഒതു കൊടുത്തിട്ട് വന്നേ, നിസ്കരിച്ചിട്ട് മതിയാകൂല. 2 റകഅത്ത് കഴിഞ്ഞാൽ പിന്നെ 2 റകഅത്ത്. ഹൈദ്രോസ് ഉസ്താദ്, CH ഹൈദ്രോസ് ഉസ്താദ് നിസ്കരിച്ച് തീർക്കുക, പിന്നെ നിസ്കരിക്കുക, പിന്നെ നിസ്കരിക്കുക. അങ്ങനെ അറിയില്ലേ തഹജ്ജുദിന്റെ നേരത്ത് റസൂലുള്ളാഹി എഴുന്നേറ്റില്ലേ, നേരെ പിറകിൽ ഹുദൈഫ റളിയല്ലാഹു അൻഹു ഉണ്ട്. റസൂലുള്ളാഹി ഫാത്തിഹയ്ക്ക് ശേഷം അൽ ബഖറ ഓതിയില്ലേ. നമ്മളാണെങ്കിൽ ബൈക്കിന്ന് കൈ ഇളക്കിട്ട് പോകൂലേ. അൽ ബഖറ 2.5 ജുസ്, ഇങ്ങോട്ടൊക്കെ 2.5 ജുസ്. കറങ്ങുന്ന ഫാനുണ്ട് അവിടെ, അല്ലെങ്കിൽ AC മെഷീൻ ഉണ്ടോ, കൂളറുണ്ടോ, സ്മൂത്തായ കാർപ്പറ്റ് ഉണ്ടോ? 2.5 ജുസ് ഓതി തീർന്നിട്ട് നേരെ സൂറത്തുൻ നിസാ തുടങ്ങിയില്ലേ. അൽ ബഖറ തീർത്തു, സൂറത്തുൻ നിസാ തുടങ്ങി, സൂറത്തുൻ നിസാ തീർത്തു, ആലു ഇമ്രാൻ സൂറത്ത് ഓതി. 4 ജുസ് ഏറെക്കുറെ. 2.5 ജുസ് ഉണ്ട് അൽ ബഖറ, ഏറെക്കുറെ ഒരു 4-4.5 ജുസ് ഓതി തീർത്തിട്ട് റുക്കൂയിലേക്ക്. എത്ര നിസ്കരിച്ചിട്ടും മതിയാക. അത് മുത്ത് റസൂലുള്ളാഹിയിൽ നിന്ന് നമ്മളിലേക്ക് വരുമ്പോഴാ ഈ മഹബ്ബത്ത് ഉണ്ടായാൽ മതി. ഇപ്പോ കാസർഗോഡ് ജില്ലയിൽ 10 ജുസ് ദിവസം ഓതുന്നൊരു മുജീബുണ്ട്, പേരടക്കം പറഞ്ഞുതരാം. നമ്മൾ ഓതുവോ ദിവസം 10 ജുസ്? ടാക്സി ഡ്രൈവറാണ്. നമ്മൾ ഓതുവോ? എത്രയോ 100 റക്കഅത്തൊക്കെ ദിവസവും നിസ്കരിക്കുന്ന റക്കഅത്ത് ഇങ്ങനെ എത്രയോ ആള് കാസർഗോഡും കണ്ണൂരൊക്കെ ഉണ്ട്, നമ്മുടെ പരിസരത്തുണ്ട്. ദിവസം 5107 സ്വലാത്ത് ചൊല്ലുന്ന റഹീം ഉണ്ട്. വെറുതെ ഇങ്ങനെ വിടുകയല്ല, ഞാൻ എന്നെ ഫോൺ വിളിക്കലുണ്ട്. 5100 ഇത് 100 സ്വലാത്ത് ചെല്ലുമ്പോഴത്തേക്ക് ഇപ്പൊ 66 അള്ളാഹ് ചെറിയൊരാള് കട്ടൻ കാപ്പി കിട്ടു പഠിച്ചോനെ നോക്കണം. 3 പ്ലേറ്റ് തിന്നാ ഒരു കുഴപ്പമില്ല. നമ്മുടെ അവസ്ഥ
അപ്പൊ ഇൻഷാ അല്ലാഹ് ഉള്ളിൽ അല്ലാഹുവോടും റസൂലുള്ളാഹിയോടും ഇൻഷാ അല്ലാഹ് മഹബ്ബത്ത് അങ്ങ് നിറഞ്ഞാൽ നിസ്കരിച്ചിട്ട് മതിയാകൂല, നോമ്പ് നോറ്റിട്ട് മതിയാകൂല, ഖുർആൻ ഓതിയിട്ട് മതിയാകൂല, സ്വതക്ക ചെയ്തിട്ട് മതിയാകൂല. എത്ര കൊടുത്താലും എന്റെ അല്ലാഹ്ക്കല്ലേ പിന്നെയും പിന്നെയും കൊടുക്കാൻ തോന്നുക, എന്റെ അല്ലാഹ്ക്കല്ലേ എന്ന്. അങ്ങനെ നമ്മൾ നന്നാകും. ആയില്ലേ? പോരെ? ഇനി പറയണോ? ഇതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. ഒരാളെയും ഒഴിവാക്കൂല, ഒരാളോടും വെറുപ്പില്ല, ഒരാളെയും അകറ്റൂല, ഒരാളെയും വെറുതെ ആവശ്യമില്ലാണ്ട്. ആവശ്യം വരുമ്പോ ചീത്ത പറയേണ്ടി വരും, ചീത്ത പറയൂല. ഒരാളെ മുഖത്ത് നോക്കിയിട്ടും മുഖം കറുപ്പിക്കൂല. നമ്മുടെ ഇടയിലെ ചില മനുഷ്യന്മാര് സലാം ചൊല്ലിയ മടക്കൂല, മടക്കുകയാണെങ്കിൽ തന്നെ ഭംഗിയിൽ മടക്കൂല. അസ്സലാമു അലൈക്കും, അങ്ങനെ പറ്റൂല. അസ്സലാമു അലൈക്കും വഇദാ ഹുയ്യിതും ബിതഹിയ്യത്തിൻ ഫഹയ്യൂ ബിഅഹ്സന മിൻഹാ. ഇങ്ങോട്ടൊരാൾ അങ്ങോട്ടൊരാൾ സലാം ചൊല്ലി അല്ലേ മടക്കും. അങ്ങനെ മടക്കണമെന്നറിയോ? ഫഹയ്യൂ ബിഅഹ്സന മിൻഹാ. ഏറ്റവും നല്ല സലാം കൊണ്ട് നീ സലാം മടക്കണേ. തീർന്നില്ല, ചിരിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ചു കൊടുക്കണം. അതാണ് ദീന്. ആണുങ്ങളെ പൈസ വാങ്ങിക്കോളൂ. ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ എല്ലാവരോടും ഞാൻ പറയാണ്, ഈ SKSS നമുക്ക് കുറെ ഉസ്താദന്മാരാണ്, പെണ്ണുങ്ങളെ പത്തേക്കാം. എല്ലാ പെണ്ണുങ്ങളോടും ഞാൻ പറയട്ടെ, നിങ്ങൾ ഒരു വാളിന് വരുമ്പോലെ 20 ഉറുപ്പിക എടുത്തിട്ട് വരരുത്. ദയവ് ചെയ്തിട്ട് 30 കൊടുക്കരുത്, 50 കൊടുക്കരുത്. മുസാഫത്ത് ചെയ്തിട്ട് കാരണം ഇത് 2025 പൈസക്ക് തീരെ വില കുറഞ്ഞു പോയൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കയ്യിൽ എപ്പോഴും ആണുങ്ങളോട് പറഞ്ഞിട്ട് വാങ്ങൽ 100 ഉറുപ്പിയെങ്കിലും തരണമെന്ന് ബക്കറ്റിലിടാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഈ 10, 20 ഇട്ടിട്ട് മുസാഫയത്ത് ഞാനിപ്പോ ഏകദേശം 36 കൊല്ലായിട്ട് വേണമെന്ന് പറയുന്ന ആളാണ്. അള്ളാഹു താല അത് കബൂൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. അള്ളാഹു കബൂൾ ചെയ്യട്ടെ. 2000 ഇരിക്കുന്ന ഈ സ്റ്റേജിലുള്ള പലർക്കും എന്നെ കുറെ കൊല്ലം മുമ്പേ അറിയാം. കേൾക്കണേ, ഓലക്കേസറ്റിലുള്ള കാലം മുതൽ നിങ്ങൾക്ക് അറിയാലോ. അന്ന് കൈ കിട്ടുന്ന അതേ 10, 20 ആണ് ഇപ്പോഴും മുസാഫത്ത് ചെയ്യുമ്പോൾ എന്തൊരു സങ്കടം ഉണ്ടാവും. വാല് കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾ എനിക്കൊന്നും തരണ്ട. ഞാൻ അതിനു വേണ്ടിയിട്ട് ആരോടും പൈസക്ക് ചോദിക്കലുമില്ല, വാങ്ങലുമില്ല, കിട്ടിയത് വാങ്ങാന്നല്ലാതെ. പക്ഷെ ഒരു മുസാഫത്ത് ചെയ്യുമ്പോൾ ദീനിനാണ്, സംഘടനയാണ്. ഈ സംഘാടകരുടെ കയ്യിൽ 1000, 2000, 5000, 10000 ബാക്കിയായാൽ ഇവരാരും ആ പൈസ കൊണ്ടുപോയിട്ട് കള്ളുപിടിക്കൂല. നിങ്ങളുടെ നാട് വല്ലാത്തൊരു സന്തോഷമുള്ള നാടാണ്. കാണുന്ന ഒക്കെ ഉസ്താദന്മാരാണ്. എനിക്കായി കൂടുതൽ ഏറ്റവും ഇൽമില്ലാത്തത്, ബാക്കി ഇരിക്കുന്നവരൊക്കെ ഇൽമുള്ളവരാണ്. ഇപ്പൊ എനിക്ക് ഖിദ്മത്ത് ചെയ്യാനും കൂടെ നിൽക്കാനൊക്കെ ഉള്ളത് അസർ പൈസയും അതേപോലെ തന്നെ അദ്രമാൻ പൈസയും പിന്നെ കുറെ പൈസമാർ വേറെ ഉണ്ടാവും. ഞാൻ അദ്രമാൻ പറഞ്ഞു, നിങ്ങൾ പുര പോയിട്ട് ഉറങ്ങിക്കോ, രാത്രി എന്റെ കൂടെ നിൽക്കണ്ട, ബാക്കി ആരെങ്കിലും ഉണ്ടെങ്കിൽ നിന്നോട്ടെന്ന്. മുമ്പ് നാളെ എന്നെ കൊണ്ടുപോയിട്ട് സ്റ്റേഷനിൽ വിട്ടതിന് ശേഷം പോകുന്ന പറയുന്നത്. ഏതായാലും കേൾക്കണേ, ഈ ഉസ്താദുമാരെ സഹായിക്കാൻ വേണ്ടിയിട്ട്, സംഘാടകരെ സഹായിക്കാൻ വേണ്ടിയിട്ട് പെണ്ണുങ്ങളെല്ലാവരും 100 ഉറുപ്പിക എടുത്തു കൊടുത്തല്ലേ സ്വറയിപ്പില്ലേ? ആണുങ്ങൾ ഇൻഷാ അല്ലാഹ് ഈ വയാല് കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾ പ്രിയപ്പെട്ട മരിച്ചുപോയ ഉമ്മയെ കരുതി, ഉപ്പയെ കരുതി, എല്ലാവരോടും ഞാൻ പറയാം, ഒരു 500 ഉറുപ്പിക 1000 ഉറുപ്പിക കൊടുക്കാൻ കഴിവുള്ളവര്, ഇല്ലാത്തൊരു ഉള്ളത് തന്നാ മതി. ഉപ്പയെ കരുതി, മരിച്ചുപോയ ഉപ്പയെ കരുതി, അല്ലെങ്കിൽ ശംസുലുലമയെ കരുതി, കണ്ണിയത്ത് ഉസ്താദിനെ കരുതി, ചമ്പരിക്ക കാളിയാരെ കരുതി, TK ബാബു ഉസ്താദിനെ കരുതി, മിത്തബയൽ ജബ്ബാർ ഉസ്താദിനെ കരുതി, കോട്ട ഉസ്താദിനെ കരുതി ഒരു 500 1000 കൈ തരണം, മറക്കാതെ. എല്ലാവരോടും ഞാൻ പറയാം, അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ചിരിച്ചിട്ട് വർത്തമാനം പറയുന്ന മുഅ്മിനീങ്ങളാകണം നാം. അപ്പൊ ചോദിക്കും, ഉസ്താദേ അത് എല്ലാവർക്കും ഇപ്പൊ ചിരിക്കാനാവോ? കടവും ദാരിദ്ര്യവും ബേജാറും അതൊക്കെ ഉണ്ടെങ്കിലും ഇല്ലേ, നമ്മൾ മുഅ്മിനീങ്ങളെ കണ്ടാൽ ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈആ, നല്ല കാര്യത്തിൽ നിന്ന് നീ ഒന്നിനെയും തള്ളിക്കളയരുത്. വലവൻ തൽഖാഖാക ബിവജ്ഹിൻ തുലിഖിൻ, ചിരിക്കുന്ന മുഖത്തോടെ നീ നിന്റെ സഹോദരനെ കണ്ടുമുട്ടലായാലും, രണ്ടാള് കണ്ടുമുട്ടിയാൽ ചിരിക്കണം. സലാം പറയൽ പോലെ സുന്നത്താണ് കണ്ടുമുട്ടിയാ ചിരിക്കലും. അവിടെ നിന്ന് അതാ പറഞ്ഞേ, ഉള്ളിൽ അള്ളാഹിനോടും റസൂലുള്ളാഹിനോടും മഹബത്ത് ഉണ്ടായാലില്ലേ ജനങ്ങളോടും മഹബത്താവും. ആറ്റുത്തങ്ങൾ അറിയില്ലേ? അതൊരു അറിയാത്തവരുണ്ടാവോ? അറിയില്ലേ? കേട്ടിട്ടുണ്ടാവൂലേ? മൂപ്പര പ്രത്യേകത എന്താ മൂപ്പര പ്രത്യേകത പറഞ്ഞാട്ടെ? കുറെ ആട്, കുറെ കോഴി, കഴുത, അല്ലേ, കുറെ മൃഗങ്ങള്. എന്തിനറിയോ? അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ഇതിനോടൊക്കെ വല്ലാത്ത മഹബത്ത്. വേങ്ങര കോയപ്പാപ്പാന്ന് കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടുകളെന്ന് കൈ പൊക്കിയ വേങ്ങര കോയപ്പാപ്പാന്ന്. അൽഹംദുലില്ലാ.
വഫാത്തായി പോയി. മഹാനൊരു പ്രത്യേകത ഉണ്ട്. കാക്കകൾ വിളിച്ചിട്ട് ചോറ് കൊടുക്കും, ഭക്ഷണം കൊടുക്കും. കാക്കക്ക് ഭക്ഷണം കൊടുക്കുക. തൃപ്പനിച്ച് മുഹമ്മദ് മുസ്ലിയാർ കേട്ടിട്ടില്ലേ? കിഴിശ്ശേരി മാമൂല്യേരി വലിയ മഹാനായിരുന്നു. മൂപ്പരെ പണി മൂപ്പർ കൊണ്ടായിരുന്നു കുറെ കോഴിവാടും ഇതിനൊക്കെ ഭക്ഷണം കൊടുക്കുക. അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് പടപ്പുകളെ സ്നേഹിക്കുക, അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ഈ മരങ്ങളെ സ്നേഹിക്കുക, അള്ളാന്റെ ഭൂമിയെ സ്നേഹിക്കുക, അള്ളാന്റെ ആകാശത്തെ സ്നേഹിക്കുക. ഒരിക്കലും കാറ്റടിക്കാൻ നല്ലോണം, ഹലാക്കിന്റെ കാറ്റ് പറയരുത്. നിങ്ങൾ കാറ്റിനെ ചീത്ത പറയല്ലേ. കാറ്റല്ലാന്റെ റഹ്മത്തിൽപ്പെട്ടതാണ്. ഭക്ഷണം കഴിക്കുന്നത് എപ്പോ നോക്കിയാൽ നിന്റെ കൂട്ടാനേ കഴിയുന്നില്ല. ഉമ്മ മരിച്ചതിന് ശേഷം നല്ലൊരു കറി കൂട്ടിയിട്ടില്ല. കറി തിരിയോ? കറി തിരിയോ? കൂട്ടാനോ തിരിയില്ല. ഉമ്മ മരിച്ച ചില പുറത്തങ്ങനെ പറയും, നിന്റെ ഒരു കറിയും കൂട്ടാൻ കഴിയുന്നില്ല. ഉമ്മ മരിച്ച ശേഷം അങ്ങനെ പറയല്ലേ. ചോറായാലും കത്തുപ്പത്തിലായാലും കറിയായാലും കുറ്റം പറയല്ലേ. ഹബീബ് മുഹമ്മദ് മുസ്തഫ ഒട്ടകത്തിന്റെ കുളമ്പടക്കമുള്ള ഒട്ടകത്തിന്റെ കുളമ്പ്, പൈന്റെ കുളമ്പ് കൂട്ടാൻ പറ്റാ നമ്മൾ കൂട്ടുക, ഒരൊറ്റ ഏറിയൂലേ. ഒട്ടകത്തിന്റെ കുളമ്പടക്കമുള്ളത് കറി വെച്ചിട്ട് തന്നെ നിങ്ങൾ ക്ഷണിച്ചാൽ ഞാൻ ആ ക്ഷണത്തിന് ഉത്തരം നൽകുമേ. മുഹമ്മദ് മുസ്തഫ ഒരു കറിയെയും ഒരു ഭക്ഷണത്തെയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റഹ്മത്തുൽ ലിൽ ആലമീൻ റസൂലുള്ളാഹി തങ്ങൾ കുറ്റം പറഞ്ഞില്ല. ഇൻഷാ അല്ലാഹ് നമ്മളും കുറ്റം പറയാൻ പാടില്ല. പനി വന്നു, തലവേദന വന്നു, പല്ലുവേദന വന്നു, മുട്ടുവേദന വന്നു, നമ്മൾ പറയുന്നൊരു വാക്കില്ലേ എന്ന് പറഞ്ഞാട്ടെ. നമ്മളെന്താ പറയാ? പനി വന്നാല് ഒന്നെങ്കിലും ഒന്ന് പറയും. ഹലാക്കിന്റെ പനി വന്നു, ഒന്റെ ഒടുക്കത്തെ പനി പറയാവോ? എന്നൊരു പെണ്ണിന്റെ പനി വന്നു. പെണ്ണിന്റെ പേര് പറഞ്ഞേ ഉമ്മുസായിബ് എന്നൊരു പെണ്ണിന്റെ പനി വന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പനി വന്ന പെണ്ണിനെ കാണാൻ ചെന്നു. റസൂലുള്ളാഹിനെ കാണാനോടെ പെണ്ണ് പറഞ്ഞു, തീരെ ബർക്കത്തില്ലാത്ത പനി വന്ന നബിയേ എന്ന്. അങ്ങനെ പറയാവോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെണ്ണിനോട് പറഞ്ഞു, ലാ തസുബ്ബിൽ ഹുമ്മാ, പനിയെ കുറ്റം പറയല്ലേ. പനി നിന്റെ ചെറുദോഷങ്ങളെ പൊറുപ്പിക്കുന്ന രോഗമാണ്. മുഹമ്മദ് മുസ്തഫ ഒന്നോ രോഗങ്ങൾ വരെ അല്ലാഹ് തരില്ലേ. അല്ലാഹനെ സ്നേഹിക്കുന്നവൻ രോഗങ്ങളെ സ്നേഹിക്കണം. അത്തിപ്പറ്റ ഉസ്താദിന് ക്യാൻസർ വന്നു, രോഗം ചികിത്സിക്കണം. എന്നാലോ ഇടങ്ങേറായി വേദാറായി പറയൂല, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അത്തിപ്പറ്റ മൊയ്തീൻകുട്ടി ഉസ്താദിന് ക്യാൻസർ വന്നു, സഹിക്കാൻ കഴിയാത്ത വേദനയിലും മഹാൻ പറഞ്ഞു പറ അൽഹംദുലില്ലാഹ്. അങ്ങനെ പറയാൻ കഴിയണം, അങ്ങനെ പറയാൻ കഴിയണം. ഹൃദയം നിറയെ അള്ളാഹിനോട് മഹബത്തായാൽ അള്ളാഹ് തരുന്ന ദാരിദ്ര്യത്തെയും സ്നേഹിക്കും. അള്ളാഹ് തരുന്ന അള്ളാഹിനോട് വല്ലാതെ മഹബത്തായാലില്ലേ, കീശയിലെ ഓരോ പൈസ എടുത്തിട്ട് പറയും മിനല്ലാഹ്. അള്ളാഹിനോട് മഹബത്തായാലില്ലേ പൈസ ഇങ്ങനെ എടുത്തിട്ട് പറയും ഒമാബിക്കും മിൻ നിഅമത്തിൻ ഫമിനൽ. എന്നോട് പറയോ ഒമാബിക്കും മിൻ നിഅമത്തിൻ പറ. ഒമാബിക്കും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. പൈസ കാണുമ്പോ അള്ളാന്റെ ഓർമ്മ, ഓളെ കാണുമ്പോ അള്ളാന്റെ ഓർമ്മ, മക്കളെ കാണുമ്പോ അള്ളാന്റെ ഓർമ്മ, പുര കാണുമ്പോൾ അള്ളാന്റെ ഓർമ്മ, ഓടുന്ന വാഹനം കാണുമ്പോൾ ഓർമ്മ മാത്രമല്ല, കരഞ്ഞോണ്ടിരിക്കും. പ്രിയപ്പെട്ട ഭാര്യ ചോറും കറിയും കൊടുത്തിട്ട് ഇങ്ങനെ വരിക, ഭർത്താവിന് കൊടുക്കാൻ വേണ്ടി ടേബിളിൽ വെക്കാൻ വേണ്ടി. അത് കാണുമ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കല് നമുക്ക് എന്താ അള്ളാ. ഓളെ കാണുമ്പോ ഓള്, മോളെ കാണുമ്പോ മോള്, സ്റ്റാൻഡ് കാണുമ്പോ സ്റ്റാൻഡ്, സിഗരറ്റ് കാണുമ്പോ സിഗരറ്റ്. ഇങ്ങോട്ട് നോക്ക്, അത് പറയും അതേ പറഞ്ഞേ. അള്ളാനെ ചിന്തിക്കുന്നില്ല എന്ന്. ഓളെങ്ങനെ കാണുമ്പില്ലേ മീൻ അല്ലാ എന്ന് പറഞ്ഞേ, മീൻ അല്ല കൊണ്ടു തന്നതാ ഓളെ. ഇതുവരെ ഓള് തുണിയും കുപ്പായ അലക്കിയ ആളല്ലേ ഇരിക്കുന്നേ, ആയിരിക്കൂലേ? അല്ലേ 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 അല്ലേ? ഇങ്ങോട്ട് ഓൾക്ക് അങ്ങനെ അലക്കാനുള്ള മനസ്സ് കൊടുത്തതാരാ?
നിന്റെ പേടിപ്പിക്കലാണോ? അല്ല. അല്ലാ, ഓളെ കാണുമ്പോ എല്ലാം ഓന്റെ കൽബിലായത് വരണം. അല്ലാഹു മിന്നായാതി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. ഓളെ കാണുമ്പോ എല്ലാം അള്ളാന്റെ ഓർമ്മ. ഓനെ കാണുമ്പോക്കോ പച്ചമീൻ വാങ്ങി, പച്ചക്കറി വാങ്ങി, സാധനങ്ങൾ വാങ്ങി ഭർത്താവ് കയറി വരുമ്പോ അല്ലാ, ഭാര്യയുടെ കൽബിൽ നിറയെ അള്ളാന്റെ ഓർമ്മ. ചുരുക്കി പറഞ്ഞാൽ പടച്ചവനെ മറന്നുള്ളൊരു ജീവിതം അഹ്ലുസുന്നത്തി വൽ ജമാഅയിലില്ല. അള്ളാന്റെ ആരിഫ്യങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. നമ്മുടെ നേതാക്കന്മാർ ഈ വഴിയിൽ നിൽക്കാൻ കാരണം ഇത് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ പുറപ്പെട്ട സാർത്ഥവാഹക സംഘത്തിന്റെ പേരാണ്. അറിയില്ലേ, ഈ നമ്മുടെ എല്ലാ ഉസ്താദുമാരുടെയും സനദുകൾ പരിശോധിച്ചാൽ അങ്ങേ തലയിൽ കാണാൻ കഴിയും ഖാദിരിയ്യ, റിഫാഇയ്യ, നഖ്ശബന്ദിയ്യ, സുഹറവർദിയ്യ, ജിസ്തിയ്യ, ഷാദുലിയ്യ, തബഖാത്തിയ്യ, ഹദരിയ്യ, ശത്വാരിയ്യ, ജുനൈദിയ്യ തുടങ്ങിയ ത്വരീഖത്തുകളുടെ അങ്ങേ തലയിൽ പോയാൽ ഒരാളെ കാണാൻ കഴിയും. പേര് ഇബ്രാഹിം മുനോദ്ഹം. സയ്യിദുനാ ഇബ്രാഹിം മുനോദ്ഹം. എന്താ മൂപ്പരെ പണി? അള്ളാനെ കാണാൻ വേണ്ടിയിട്ട് കൊട്ടാരം വലിച്ചെറിഞ്ഞയാള്, പടച്ചവനെ കാണുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഭരണാധികാരം ഉപേക്ഷിച്ചയാള്. തറക്തുൽ ഖൽഖ തുറം ഫീ റിളക വയതംതുൽ ഇയാല ലികൈ യറാക. പടച്ചവനെ കാണാൻ വേണ്ടിയിട്ട് ജീവിച്ചയാള്. നമ്മളും അങ്ങനെയാകണം. എന്തിനാ നീ ജീവിക്കുന്നത്? അള്ളാനെ കാണാനാണ്, മുത്തറസൂലുള്ളാന്റെ കൂടെ ജീവിക്കാനാണ്, ഫിർദൗസ് എന്ന സ്വർഗത്തിലെത്താനാണ്. ഹൂർലീങ്ങളെ കിട്ടലല്ല, അത് കിട്ടിക്കോട്ടെ, പണിയും കിട്ടിക്കോട്ടെ. ആഗ്രഹം അള്ളാനെ കാണാനാണ്. എന്തിനാ നീ നിസ്കരിക്കുന്നത്? അള്ളാനെ കാണാനാണ്. നീ എന്തിനാണ് SKSSF മെമ്പറായി, സഹചാരി വിങ്ങിന്റെ ആളായി, മിക്കായുടെ പ്രവർത്തകനായി നാട്ടിലുള്ള എല്ലാ സങ്കടങ്ങളിലും പ്രയാസങ്ങളിലും രോഗമുള്ള വീടുകളിൽ ചെന്ന് അവർക്ക് മരുന്ന് കൊടുക്കുന്നത് എന്തിനാണ്? അടുത്ത പഞ്ചായത്ത് ബോർഡ് മെമ്പർ തെരഞ്ഞെടുപ്പില് ഇവിടെ മെമ്പറായി മത്സരിക്കാനാണോ? അല്ല. ആണോ? അല്ല. ഒരു പെണ്ണുകൂടി എവിടെന്നെങ്കിലും കെട്ടിയിട്ട് 2 പെണ്ണിന്റെ ഭർത്താവാനാണോ? അല്ല. ആണോ? ദുനിയാവിൽ എന്തെങ്കിലും SKSSFിലും SYSലും പ്രവർത്തിച്ചാൽ ദുനിയാവ് കിട്ടുമോ? പണം കിട്ടുമോ? പദവി കിട്ടുമോ? പത്രാസ് കിട്ടുമോ? ഇല്ല. എന്തിനാണ് ഈ ദീനീ പ്രവർത്തനം? ഇല്ല, പടച്ചോനെ കാണാൻ വേണ്ടിയിട്ടാണ്. റസൂലുള്ളാഹിന്റെ നെറ്റിയിൽ മുത്താനാണ്, അല്ലെ? മഹാന്മാരുടെ കൂടെ സ്വർഗത്തിൽ കൂടാനാണ്. എന്തിനാ നീ സുബ്ഹിക്ക് എഴുന്നേൽക്കുന്നേ? അള്ളാനെ കാണാനാണ്. മൻകാന യർജൂ ലിഖാഅ റബ്ബിഹി. ആരെങ്കിലും അള്ളാനെ കാണാൻ ആഗ്രഹിച്ചാൽ ഫൽയഅമൽ അമലൻ സ്വാലിഹാ, അവൻ സൽക്കർമ്മം ചെയ്യട്ടെ എന്നല്ലാഹുവിന്റെ ഖുർആൻ. ദിക്ർ ചൊല്ലുമ്പോൾ കൽബിലുണ്ടാകണം. എന്തിനാണ് ഈ ദിക്ർ? അല്ലാഹ് നിന്നെ കാണാനാണ്. എന്തിനാ റമളാനിലെ നോമ്പ്? അസ്സൗമുലി വനാജസി ബി. പടച്ചവനെ നിന്നെ കാണാനാണ്. ഓരോ അമലും അല്ലാഹുവിനെ കണ്ടുമുട്ട. അല്ലാഹനെ കാണൽ മാത്രമല്ല, മുത്തറസൂലുള്ളാഹിനെ കണ്ടിട്ടിരിക്കുക. അല്ലാഹനെ കാണുക, റസൂലുള്ളാഹിനെ കണ്ടിട്ടിരിക്കുക. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ മുതൽ ഇങ്ങോട്ടുള്ള മഹാന്മാരങ്ങനെ മുത്തിക്കൊടുക്കുക, കെട്ടിപ്പിടിച്ചുകൊടുക്കുക. നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ ഇമാമുന ശാഫിഈ തങ്ങളെ മുത്തിക്കൊണ്ടിരിക്കുക. അവരുടെ ഇടയിൽ ഇങ്ങനെ ജീവിക്കുക. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ പറ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കൽബിൽ വരെല്ലാം ഓർമ്മിച്ചിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു ഫാത്തിഹയെങ്കിലും ഓതുക. ഓർക്കല്ലേ? എല്ലാവർക്കും വേണ്ടിയിട്ട് അവരുടെ അത്തറിന്റെ മണം നമ്മുടെ മുക്കിൽ ഇങ്ങനെ ഉണ്ടാകുക എപ്പോഴും. മുത്തറസൂലുള്ളാഹിനോട് വല്ലാത്തൊരു പിരിശപ്പാട് വെച്ചിട്ട് കുറേ സ്വലാത്ത്. ഈ ശഅബാൻ കഴിയാനാകാൻ എത്ര ചൊല്ലാൻ കഴിയുക അത്ര ചൊല്ലുക. ഇൻഷാ അല്ലാഹ് നമ്മൾ നന്നാകുക. പോരെ? ഇരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയാണ്, നിങ്ങളെല്ലാവരും എഴുന്നേറ്റ് വന്നിട്ട് കൊടുക്കാൻ കഴിയുന്നൊരു തുക എൻ്റെ കയ്യിൽ മുസാഫത്തായിട്ട് നിങ്ങളെ ഈ കൊടുത്തിട്ടില്ല. ഇല്ല, നിങ്ങളെല്ലാവരും എഴുന്നേറ്റ്. ഇല്ലെങ്കിൽ വെറും കഴിയുന്നാൽ മതി. ഇനി മരിച്ച ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി ഇടുന്നെങ്കിൽ 500 1000 തരികയാണെങ്കിൽ ഓക്കെ, അതും സന്തോഷമാണ്. എല്ലാവരും വാ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും വാ. ഇല്ലെങ്കിൽ വെറും കൈ തന്നാൽ മതി. സല്ലല്ലാഹു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു അലാ മുഹമ്മദ്. സീറനുണ്ട്, അതുകൊണ്ട് അത് വാങ്ങിയപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കിയതാണ്. അത് എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ തബറുക്ക് വാങ്ങി